ഇൽമിൻ്റെ ഒരു മജ്ലിസാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ റസൂല് ഭൂമി ലോകത്ത് 3 സ്വർഗത്തോപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമി ലോകത്ത് 3 സ്വർഗത്തോപ്പുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മാ ബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഞാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന എൻ്റെ റൗള ശരീഫും ജീവിതകാലത്ത് ഞാൻ ഖുതുബ നിർവഹിച്ച എൻ്റെ മിമ്പറും അതിനിടയിലുള്ള സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തോപ്പിൽപ്പെട്ട ഒരു തോപ്പാണെന്ന് ഖാല റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു ഇൽമിൻ്റെ മജ്ലിസ് എവിടെയുണ്ടോ അതും റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്, സ്വർഗത്തോപ്പാണ്. മാ ബൈന ഖബരി വ മിൻബരി, മിമ്പറിൻ്റെയും ഖബറിൻ്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അതും ഇൽമുമായി ബന്ധപ്പെട്ടതായ ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ലോകത്തെവിടെ ഇൽമിൻ്റെ മജ്ലിസ് സംഘടിപ്പിച്ചാൽ അതും റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്. അതേപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു അൽ ജന്നത്തു തഹ്ത അഖ്ദാബിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിനടി അതും സ്വർഗത്തോപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. യഥാർത്ഥത്തിൽ അതും ഒരു ഇൽമിൻ്റെ മജ്ലിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അൽ ഉമ്മു ഹിയൽ മദ്റസത്തുൽ ഊല. ഉമ്മ എന്ന് പറയുന്നത് ഒന്നാമത്തെ മദ്രസയാണ്. കുട്ടികൾ പഠിക്കുന്ന ഒന്നാമത്തെ മദ്രസയാണ് ഉമ്മ. ചുരുക്കി പറഞ്ഞാൽ ഈ 3 റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളും ഇൽമുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന സ്ഥലമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അത്ര പവിത്രമായ ഒന്നാണ് ഇൽമ്. ആ ഇൽമിൻ്റെ മജ്ലിസിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാവുക. ഈ സൗഭാഗ്യം ലഭിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ജമാഅത്തിൽ വേറുണ്ട്. അവരിൽ നിന്ന് വ്യത്യസ്തമായി മജ്ലിസിൽ വന്ന് ഇരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഇൽമിൻ്റെ മജ്ലിസാകുന്ന സ്വർഗത്തോപ്പിൽ ഇരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ വിഷയമല്ല, അതൊരു മഹത്തായ അനുഗ്രഹമാണ്. അതിനു പുറമെ ഇതൊരു ഉറൂസിൻ്റെ പരിപാടിയാണ്, നമുക്കറിയുമല്ലോ. മഹാന്മാരായിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ പേരിൽ നടത്തപ്പെടുന്ന നേർച്ചക്കാണല്ലോ നമ്മൾ ഉറൂസ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് പല വിഭാഗമാണ്. പല നിലയിൽ പല വിഭാഗക്കാരായിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കാറ്റഗറികൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കുണ്ട്. ചില ഔലിയാക്കന്മാർ അവർ ഔലിയാക്കന്മാരാണെന്നറിയും, ജനങ്ങൾക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഔലിയാക്കന്മാരാണെന്നറിയും. എന്നാൽ വേറെ ചില ഔലിയാക്കന്മാരുണ്ട്, അവർ അള്ളാഹുവിൻ്റെ വലിയാണെന്ന് ജനങ്ങളെ അറിയിക്കുകയില്ല. അവർക്കറിയാം വിലായത്ത് ലഭിച്ചവരാണെന്ന്, ജനങ്ങൾക്കറിയില്ല അവർക്ക് വിലായത്ത് ഉണ്ട് എന്ന കാര്യം. എന്നാൽ വേറെ ചില ഔലിയാക്കന്മാർ ജനങ്ങൾക്ക് അവർക്ക് വിലായത്തുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും, അവർ പക്ഷേ അത് പരസ്യപ്പെടുത്തുകയില്ല. ഇങ്ങനെ ഔലിയാപ്പട്ടം കിട്ടിയത് അറിയുന്നതും ജനങ്ങൾ അറിയുന്നതും ജനങ്ങൾക്ക് മാത്രം അറിയുന്നതും അതൊന്നും 2 കൂട്ടർക്കും അറിയാത്തതായിരിക്കുന്ന ഔലിയാക്കന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. അവർ ഔലിയാക്കന്മാരാണെന്ന് അവർക്കറിയില്ല, ജനങ്ങൾക്കും അറിയില്ല. അങ്ങനെയും ചില ഔലിയാക്കന്മാരുണ്ട്, പല കാറ്റഗറിയിലാണ്. അതെങ്ങനെയാണ്? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 40 മുഅ്മിനീങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയാൽ അവിടെ ഒരു വലിയ ഉണ്ടാകും. 40 മുഅ്മിനീങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാലേ ആ കൂട്ടത്തിൽ ഒരു വലിയ ഉണ്ടാകുമെന്നാണ്. പക്ഷെ ആ വലിയ ആരാണെന്ന് അയാൾക്കറിയില്ല, ഈ 40 ആൾക്കും അറിയില്ല നമ്മളെ കൂട്ടത്തിലുള്ള വലിയ ആരാണെന്ന്. പക്ഷെ ഒരു വലിയ ആ കൂട്ടത്തിൽ ഉണ്ടാകും. അപ്പോൾ ഒരു 40 ആളുകളെ നമ്മുടെ സ്ഥലത്ത് മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾ, ആ കൂട്ടത്തിലും ഒരു വലിയ ഉണ്ടാകും.
അത് ജനങ്ങൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ പേരിൽ കഴിക്കുന്ന ഉറൂസ് പരിപാടിയിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് എന്ന ബോധം നമുക്കുണ്ടല്ലോ, ഉണ്ടാവണം. ഔലിയാക്കന്മാർ പല നിലക്കാണ്. ഔലിയാക്കന്മാർക്ക് കുത്തുബുൽ അഖ്താബ് എന്ന് പറയുന്ന ചില ഒരു വിഭാഗക്കാരുണ്ട് ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ. നേരത്തെ പറഞ്ഞല്ലോ, ഔലിയ വലിയാണ് എന്നുള്ള വിവരം അദ്ദേഹത്തിനെ കൊണ്ട് ജനങ്ങൾക്കും അതറിയാം. ഉദാഹരണത്തിന് നമുക്ക് ഒരുപാട് ആൾക്കാരെടുത്ത് വെക്കാൻ കഴിയും. മഹാനായിരിക്കുന്ന മമ്പുറത്തെ തങ്ങൾ, മമ്പുറത്തെ തങ്ങൾ വലിയാണ് എന്നുള്ളത് തങ്ങൾക്കറിയാം, ജനങ്ങൾക്കും അറിയാം. ജനങ്ങൾ എല്ലാവരും അത് അംഗീകരിച്ചു കൊടുക്കുന്നതാ. അങ്ങനെയുള്ള ഒരുപാട് ഔലിയാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഷാഹുൽ ഹമീദുൻ നാഹൂരി, അതുപോലെ തന്നെ ദാവൂദ് അൽ ഹക്കീമുൽ മുത്തുപ്പേട്ടി, ഇങ്ങനെ പ്രസിദ്ധരായിരിക്കുന്ന ഒരുപാട് ഔലിയാക്കന്മാരുടെ മക്കാമുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ചുറ്റുഭാഗത്ത് ഒരുപാട് വലിയ ഔലിയാക്കന്മാരുടെ മക്കാമുകളുണ്ട്. തൊട്ടടുത്ത് മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കാമ്, കുറച്ച് അങ്ങോട്ട് പോയാൽ നെല്ലിക്കുത്ത് തങ്ങളുപ്പാമാന്റെ മക്കാമ്. ഇവരൊക്കെ ഔലിയാക്കന്മാരായിരുന്നു എന്നുള്ളത് അവർക്കും ബോധ്യമുണ്ടായിരുന്നു, അവരെ കണ്ട ജനങ്ങൾക്കും അത് ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ വേറെ ചില ഔലിയാക്കന്മാരുണ്ട്, അവർ ഔലിയാക്കന്മാരാണെന്ന് ജനങ്ങളെ അറിയിക്കുകയില്ല. ചില നിർബന്ധ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അറിഞ്ഞു പോകുമെന്ന് മാത്രം. മഹാനായിരിക്കുന്ന തൃപ്പരച്ചി മുഹമ്മദ് മുസ്ലിയാർ തൻ്റെ ജീവിതകാലത്ത് ഒരു സാധാരണക്കാരായിട്ട് ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ നന്ദി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ വാർഷികാഘോഷം നടക്കുകയാണ്. വാർഷികാഘോഷം നടക്കുമ്പോൾ അതിൻ്റെ നോട്ടീസിൽ ഷെയ്ഖുനാന്റെ നിർദ്ദേശപ്രകാരം എഴുതിയിരുന്നു, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മഹത്തുക്കൾ അവിടെ കൂട്ടത്തിൽ തൃപ്പരച്ചി മുഹമ്മദ് മുസ്ലിയാർ എന്നൊരു പേരുണ്ടായിരുന്നു. അപ്പം ഈ സമ്മേളനത്തിൻ്റെ പ്രചരണവുമായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഒരു പറ്റം വിദ്യാർത്ഥികൾ ഒരു വാഹന പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പല ഭാഗത്തും കറങ്ങി ഈ സമ്മേളനത്തിൻ്റെ പ്രചരണം നടത്തി. തൃപ്പനച്ചി എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെ പോയിട്ടൊരു ടൗണാണ്. ആ ടൗണിൽ ഇങ്ങനെ നിന്നിട്ട് പ്രസംഗിക്കുകയാണ്. ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് സമ്മേളനത്തിനെ സംബന്ധിച്ച്, വാർഷികത്തെ സംബന്ധിച്ചുകൊണ്ട്. അപ്പം അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ലിസ്റ്റൊക്കെ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഔലിയാക്കന്മാർ മഹത്തുക്കളായ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരൊക്കെ ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് ഇവരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് അവസാനിപ്പിച്ച് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തി അവിടെ ഇരുന്നു. വേറൊരാൾ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഒരു സാധാരണക്കാരൻ വന്നിട്ട് എന്നോട് സ്വകാര്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ആ പറഞ്ഞ തൃപ്പനച്ചി മൗലവിയെ നിങ്ങൾ കണ്ടിക്കണോ ചോദിച്ചു. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ശൈഖുന പറഞ്ഞനുസരിച്ചിട്ട് നോട്ടീസിൽ എഴുതിയിട്ടുണ്ട്, അതനുസരിച്ച് ഞാൻ പറഞ്ഞതാണ്, ആളെ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ അത് ഇരിക്കുന്നു പറഞ്ഞിങ്ങനെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഒരു പീഡിയ കൊലായ്മ, ഒരു കുപ്പായൊന്നും ഇടാതെ, ഒരു ഷർട്ടൊന്നും ഇടാതെ ഒരാളിങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നു. ഞാൻ ചെന്നപ്പോൾ മൂപ്പര് നീച്ചു തരുന്നു, സലാം പറഞ്ഞു, കയ്യൊക്കെ തന്നു, വിഷയമൊക്കെ സംസാരിച്ചു. അപ്പം അതാ അദ്ദേഹം വലിയ മഹാനാണ്. പക്ഷേ ജനങ്ങളെ അത് അറിയിക്കലില്ലായിരുന്നു. മഹാനായിരിക്കുന്ന മമ്പുറത്തെ തങ്ങളെ കാലത്ത് തിരൂരങ്ങാടിയിൽ ഉണ്ടായിരുന്ന ഒരു മാറാപ്പ് കെട്ടി പറഞ്ഞിട്ട് ഒരാൾ, മാറാപ്പ് കെട്ടി എന്നാ മൂപ്പരെ വിളിക്കലെന്നെ. കാരണം എന്താണെന്നറിയോ, മൂപ്പരക്ക് ഉണ്ടായിരുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ, പുഴക്കരയിലേക്ക് കുളിക്കാൻ പോകും ആളുകൾ, വസ്ത്രം അലക്കാൻ പോകും. അങ്ങനെ വസ്ത്രം അലക്കാൻ പോകുന്ന ആൾക്കാരുടെ വസ്ത്രമൊക്കെ പാടെ വാരിക്കെട്ടിയിട്ട് ഒരു മാറാപ്പാക്കി തലയിലും വെച്ചിട്ട് മൂപ്പര് പുഴയിലേക്ക് പോകും. എന്നിട്ട് ആ പുഴയൊക്കെ കൊണ്ടുപോയിട്ട് ഇറക്കി കൊടുക്കും. ആളുകൾ ആ വസ്ത്രമൊക്കെ അലക്കി വൃത്തിയാക്കിയാൽ അതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ മാറാപ്പാക്കി കെട്ടിയിട്ട് മൂപ്പര് തലയിലും വെച്ചിട്ട് കുടിയിൽ അങ്ങോട്ടും കൊണ്ടുപോയി കൊടുക്കും, വീട്ടിലും കൊണ്ടുപോയി കൊടുക്കും. ഇങ്ങനെ അലക്കാനുള്ള വസ്ത്രം പുഴയിലേക്കും അലക്കിയ വസ്ത്രം പുഴയിൽ നിന്ന് വീട്ടിലേക്കും തലയിൽ ഒരു മാറാപ്പാക്കി ഇങ്ങനെ ചുമന്ന് കൊണ്ട് നടക്കുകയായിരുന്നു മൂപ്പരെ പണി. അങ്ങനെ ചെയ്തപ്പോൾ കുട്ടികൾ പിന്നെ തമാശയാക്കാൻ തുടങ്ങി. മൂപ്പർക്ക് പേരെന്നെന്തായി, മാറാപ്പെട്ടിന്നായി. അങ്ങനെയുള്ള അറിയപ്പെട്ടത്. മമ്പുറത്ത് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഒരിക്കൽ തങ്ങൾ തിരുരങ്ങാടി പള്ളിയിൽ വന്നു ജുമാക്ക് വെള്ളിയാഴ്ച. ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് തങ്ങൾ അവിടെ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റത്തിൽ തങ്ങൾ പറഞ്ഞു, ഇന്നിവിടെ സുബൈക്ക് ഹറമിൽ വെച്ച് ജമാഅത്തിൽ കൂടി നിസ്കരിച്ചൊരു മനുഷ്യരുണ്ടല്ലോ, ഒന്ന് എഴുന്നേറ്റ് കെട്ടയായിരുന്നു. മഹാനായിരിക്കുന്ന മമ്പുറത്ത് തങ്ങൾ വലിയ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല.
എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. തങ്ങൾ ജുമാസ്കാരം കഴിഞ്ഞിട്ട് പ്രസംഗിക്കാൻ തന്നിട്ട് പറഞ്ഞു, ഇന്ന് സുബൈക്ക് ഹറമിൽ വെച്ച് ജമാഅത്തായിട്ട് നിസ്കരിച്ച ഒരാൾ ഈ കൂട്ടത്തിലുണ്ടല്ലോ, ആളൊന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ. ആരും എഴുന്നേറ്റിക്കണില്ല, എല്ലാവരും പരസ്പരം നോക്കുകയാണ്. തങ്ങൾ രണ്ടാമതും പറഞ്ഞു, ഹറമിൽ ഇന്ന് സുബൈക്ക് ഉണ്ടായ ഒരു മനുഷ്യൻ ഈ കൂട്ടത്തിലുണ്ടല്ലോ, അയാൾ എഴുന്നേറ്റ് നിൽക്കട്ടെ. അപ്പോഴും ആരും എഴുന്നേറ്റ് നിൽക്കണില്ല. മൂന്നാമത് തങ്ങൾ കുറച്ചുകൂടി ഗൗരവ സ്വരത്തിൽ പറഞ്ഞു, ഹറമിൽ ഇന്ന് സുബൈ നിസ്കരിച്ച ഒരു മനുഷ്യനെ കൂട്ടത്തിലുണ്ട്, ആളെ എഴുന്നേറ്റ് നിൽക്കുന്ന വേണം, ഇല്ലെങ്കിൽ അയാളുടെ വിലായത്ത് എടുത്തു കളയും. അങ്ങനെ വിലായത്ത് എടുത്തു കളയാനും കഴിവുള്ള ആൾക്കാരുണ്ട്. നിലനക്കോടുപ്പാനും നിലനക്കാളവാനും നായന്നാവർക്കാനോ വാദം കൊടുത്തോവർ. മൊഹീദ്ദീൻ നമ്മൾ പാടുണ്ടല്ലോ. അപ്പൊ ഔലിയ പട്ടം കൊടുക്കാനും അത് എടുത്തു കളയാനും ഒക്കെ അധികാരമുള്ളതായിരിക്കുന്ന ആൾക്കാർ ഔലിയക്കന്മാരെ കൂട്ടത്തിലുണ്ട്. ഇത് പറഞ്ഞു അപ്പുറത്തെ തങ്ങൾ അപ്പോ ഈ മാറാപ്പെട്ടി നീച്ചു. തങ്ങൾ പാപ്പയോട് പറഞ്ഞു, തങ്ങൾ പാപ്പ എന്നെ വിടങ്ങറാക്കല്ലേ. അപ്പൊ മൂപ്പര് വലിയാണ്, മൂപ്പര് സുബൈക്ക് ഹറമിന്നാ നിസ്കരിച്ചിട്ടുള്ളത്. കുട്ടികളുടെ ഇടയിൽ മൂപ്പര് തമാശക്കാരനാണ്, മാറാപ്പെട്ടിയാണ്, പരിഹസിക്കുന്ന ആൾക്കാരാണ് കൂടുതലും അയാളെ. ആളുകൾക്കറിയില്ല. അപ്പൊ അതൊന്ന് വെളിവാക്കണമെന്ന് തങ്ങൾ മനസ്സിലാക്കി. ഇങ്ങനെ അദ്ദേഹത്തെ പരിഹസിച്ചു കൊണ്ട് നടക്കാൻ പറ്റൂല. അദ്ദേഹത്തിന് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് തങ്ങൾ പാപ്പ മമ്പറത്ത് തങ്ങൾ വന്നിട്ട് മൂപ്പരെ അവിടെ പരസ്യമാക്കിയത്. അങ്ങനെ ചിലപ്പോൾ അറിയും. ചില ആൾക്കാർ മരണപ്പെട്ടതിന്റെ ശേഷമായിരിക്കും അദ്ദേഹത്തിന് വിലായത്തുണ്ടായിരുന്നു, വലിയായിരുന്നു എന്നുള്ള കാര്യം പ്രസിദ്ധമാകുന്നതും ജനങ്ങൾ അറിയുന്നതും. ദുർപ്പഞ്ചമൂല്യന് ഉദാഹരണമാണ്. ഒരു വഫാത്തായതിന് ശേഷമല്ലേ അദ്ദേഹത്തെക്കുറിച്ചുള്ള മഹത്വം ജനങ്ങൾക്ക് കൂടുതലായി ബോധ്യപ്പെട്ടത്. അതിന് മുമ്പേ അറിഞ്ഞിരുന്നു, പ്രധാനികളായിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയായിരുന്നു. പക്ഷേ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ കൂടുതൽ മനസ്സിലാക്കിയത് വഫാത്തതിന് ശേഷം. ഇങ്ങനെ പല നിലക്കുള്ള ഔലിയാക്കന്മാരുണ്ടാവും. ഇതാരും അറിയാത്ത ഔലിയാക്കന്മാരുണ്ടാകും. ഞാൻ പറഞ്ഞു 40 ആൾക്കാർ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയാൽ ആ കൂട്ടത്തിലൊരു വലിയ ഉണ്ടാവുന്നത് ആർക്കും അറിയില്ല. ഇങ്ങനെയുള്ള ഔലിയാക്കന്മാരുടെ നേതാക്കന്മാരുണ്ട്. 4 നേതാക്കന്മാർ, പ്രസിദ്ധരായി അറിയപ്പെട്ട 4 നേതാക്കന്മാരുണ്ട്. അക്താബ് എന്നാണ് അവർക്ക് പറയാ, കുത്തുബ് എന്ന് പറയും. 4 കുത്തുബുകളാണ് ഉണ്ടായിട്ടുള്ളത്. 4 അല്ല, അതിലേറെ ഉണ്ടാകാം. പക്ഷേ പ്രസിദ്ധമായിരിക്കുന്ന കുത്തുബുകൾ 4 എണ്ണമാണ്. ഒന്ന് മഹാനായിരിക്കുന്ന സുൽത്താനുൽ ഔലിയായി ഓസുല്ലാൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. തങ്ങളവർകൾ കുത്തുബുമാണ്, ഓസുമാണ്. ഔലിയാക്കന്മാരുടെ നേതാക്കന്മാരുടെ നേതാവുണ്ടാവും. ഏക്കാലത്തും ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാർക്ക് നേതാവുണ്ടാകും. അവർക്കാണ് കുത്തുബെന്ന് പറയുക. അതാണ് മഹാനായിരിക്കുന്ന ജിലാനി അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതുപോലെ തന്നെ ഏറെക്കുറെ തൻ്റെ കാലക്കാരനാണ് മഹാനായിരിക്കുന്ന സുൽത്താനുൽ ആരിഫീൻ അഷ്ശൈഖ് അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അദ്ദേഹം കുത്തുബാണ്. അതുപോലെ തന്നെ കുത്തുബായിട്ടുള്ള ഒരാളാണ്. വേറെയും കുറേ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അഹമ്മദുൽ ബദവി തങ്ങൾ കുത്തുബായിരുന്നു. ഇബ്രാഹിം ദസൂഖി 5ാമതൊരു കുത്തുബും കൂടി ഉണ്ട് പ്രസിദ്ധമായത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ചിലർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. അങ്ങനെ 5 അഭിപ്രായം അനുസരിച്ചുകൊണ്ട് അബുൽ ഹസൻ ഷാദുലി ബഹുമാനപ്പെട്ട ഒരു കുത്തുബുൽ അഖ്താബിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. ഇങ്ങനെ 4ഓ 5ഓ കുത്തുബുൽ അഖ്താബുകളുണ്ട് പ്രസിദ്ധരായിട്ടുള്ള. വേറെയും ഓരോ കാലഘട്ടത്തിലും ഔലിയാക്കന്മാരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ നേതാവായ കുത്തുബുകൾ ഉണ്ടാകും. ഈ കാലഘട്ടത്തിലും ഉണ്ടാകും, എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. മഹാനായിരിക്കുന്ന ഗൗസുല്ലാദം കുത്തുബാണെന്ന് മാത്രമല്ല, ഗൗസും കൂടിയാണ്. ബഹുമാനപ്പെട്ട റിഫായിൻ ഷേഖ് റളിയല്ലാഹു തആല അൻഹു കുത്തുബുൽ അഖ്താബുകളുടെ കൂടെ മഹാനവർകൾ കുത്തുബ് എന്ന പദവി കിട്ടിയതെന്നെ എങ്ങനെ അറിയോ? മഹാനായിരിക്കുന്ന റിഫായി തങ്ങൾക്ക് കുത്തുബാണ് എന്നുള്ള ആ പദവി കിട്ടാനുള്ള കാരണം ഒരു നായയാണ് എന്നാണ്. ഒരു നായന്റെ കാരണത്താലാണ് കുത്തുബ് എന്ന ആ പദവിയിലേക്ക് മൂപ്പരെത്തിയത്. മഹാനായിരിക്കുന്ന റിഫായി ഷേഖ് റളിയല്ലാഹു തആല അൻഹുക്ക് നേരം വെളുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ തൻ്റെ വാതിലിങ്ങനെ തുറന്ന് അതിരാവിലെ പുറത്തേക്കൊണ്ട് വരുമ്പോൾ തൻ്റെ വീട്ടിൻ്റെ മുമ്പിലുണ്ടൊരു നായ. ആകെ ചൊറി പിടിച്ച് ചീഞ്ഞ് നാറി മണക്കുന്ന ഒരു നായുണ്ട് തൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കണേ. മഹാനായിരിക്കുന്ന റിഫായി ഷേഖ് ചിന്തിച്ചു, പടച്ചോനെ, ഇതിപ്പോ ജിന്നെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണല്ലോ. എനിക്ക് റഹ്മത്തുണ്ടോ, കരുണ കാണിക്കാൻ കഴിയോ?
ഈ മിണ്ടാപ്രാണിയായിരിക്കുന്ന ഈ ജീവിയോട് ഞാൻ കരുണ കാണിക്കുന്നുണ്ടോ എന്ന് എന്നെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഈ നായനങ്ങോട്ട് അയച്ചതാണോ എന്ന് മഹാനായിരിക്കുന്ന റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു പോയി. ഉടനെ തന്നെ ആ നായനെടുത്തിട്ട് എന്ത് ചെയ്തു? പുഴക്കരയിലാണ് പോയി. പുഴയിൽ കൊണ്ടിട്ട് നന്നായി കുളിപ്പിച്ച് വൃത്തിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്തു. ഒരു കൂട് വാങ്ങിയിട്ട് തൻ്റെ വീട്ടിൻ്റെ മുറ്റത്തൊരു കൂട് സ്ഥാപിച്ചിട്ട് ആ കൂട്ടിൽ ഈ നായനിട്ടിട്ട് പൂട്ടി ഭക്ഷണമൊക്കെ കൊടുത്തു. ശിഷ്യന്മാർ ഓരോരുത്തരിങ്ങനെ വന്നു. പതിവിന് വിപരീതമായി ഉസ്താദിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തൊരു നായക്കൂടുണ്ട്. അതിലൊരു നായയുണ്ട്. ആ നായയാണെങ്കിലോ വ്രണം കൊണ്ട് ആകെ രോഗം പിടിച്ചതായിരിക്കുന്ന നായയാണ്. കുട്ടികൾക്ക് ദേഷ്യം വന്നുപോയി. എന്താണിപ്പത്? ആയിരിക്കുന്ന റിഫായി തങ്ങൾ പറഞ്ഞു, മിണ്ടിപ്പോകണ്ട, അതിഥിയായി വന്ന മനുഷ്യന്റെ അടിമയാണ് വീട്ടുകാരൻ. അതിഥിയുടെ അടിമയാണ് വീട്ടുകാരൻ. അതിഥികളോട് ചില കടമകളുണ്ട്. ഈ എൻ്റെ വീട്ടിലേക്ക് അതിഥിയായി വന്ന ഈ നായ അതിൻ്റെ സുഖക്കേടൊക്കെ മാറി തിരിച്ചു പോകുന്നത് വരെ ഞാനതിൻ്റെ അടിമയാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചതാണത്. മഹാനായിരിക്കുന്ന റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന് കുത്തുബുകളുടെ പട്ടികയിൽ സ്ഥാനം പിടിക്കാൻ ഇടവന്നത് ഇതാണ് എന്ന് ചരിത്രം അദ്ദേഹത്തിൻ്റെ മനാഖിബുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ചില നിസ്സാര കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചില ആളുകൾ വലിയ പദവിയിലേക്ക് എത്തുന്നത്. മഹാനായിരിക്കുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ഒരു ഇടുങ്ങിയ വഴിയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ എതിർഭാഗത്തു നിന്നൊരു നായ ഇങ്ങനെ നടന്നു വരുന്നത് കാണുകയാ. മഹാനായിരിക്കുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല നായ ഇങ്ങനെ വന്നപ്പോൾ അതിനൊന്നിങ്ങനെ വഴിമാറി കൊടുത്തു. നായക്ക് വഴിമാറി കൊടുത്തപ്പോൾ കൂടെ ഉള്ള ആൾക്കാർ ചോദിച്ചു, അല്ല മഹാനവറുകളെ, നിങ്ങൾ എന്തിനാ നായക്ക് വഴിമാറി കൊടുത്തത്? ഒരു നായം കെട്ടി വരുമ്പോൾ ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ അതാണ് പിന്നാക്കം തിരിഞ്ഞു പോകുമല്ലോ. നിങ്ങൾ അതിന് വഴിമാറി കൊടുത്തതിന് അതിനെ ബഹുമാനിച്ചിട്ടല്ലേ എന്ന് വഴിമാറി കൊടുത്തത്. ആനായിരിക്കുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതെ, ഞാനതിനെ ബഹുമാനിച്ചിരിക്കുകയാണ്. അതിനെ ബഹുമാനിക്കേണ്ടതുണ്ട്. കാരണം എന്താ? നായ യജമാനനക്ക് വല്ലാതെ കൂറ് കാണിക്കുന്ന, നന്ദി ചെയ്യുന്ന ഒരു ജീവിയാണ്. നായ മറ്റു ജീവികളെ പോലെയല്ല, മനുഷ്യനെ പോലെയല്ല. യജമാനോട് വല്ലാതെ നന്ദി കാണിക്കും നായ. അത് നായൻ്റെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യനാണെങ്കിൽ നന്ദി കാണിക്കൂല. എത്ര ഉപകാരം ചെയ്താലും ശരി, ഗുണം ചെയ്താലും ശരി, അത് നന്ദി കാണിക്കൂല. അഫ്ദലുൽ ഉലമയൊക്കെ പഠിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ഖലീലാവദിംന എന്നാണ് അതിൻ്റെ പേര്. അഫ്ദലുൽ ഉലമയൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കറിയാം. ഖലീലാവദിംന എന്ന് പറഞ്ഞൊരു പുസ്തകം അവിടെ പഠിപ്പിക്കുന്നുണ്ടതിൽ. അതിൽ കുറേ കഥകൾ ഇങ്ങനെ പറയും. രണ്ട് കുറുക്കന്മാരെ കഥയാണ്. ഖലീല എന്ന് പറഞ്ഞൊരു കുറുക്കനാ, ദിംന വേറൊരു കുറുക്കനാണ്. രണ്ട് കുറുക്കന്മാരെ കഥയാണ്. അതിങ്ങനെ പല സംഭവങ്ങളും. അതിൻ്റെ ഒരു പാഠം, ഓരോ കഥയിൽ ഓരോ പാഠം ഉണ്ടാവും. ഒരു പാഠത്തിൻ്റെ ഒരു കഥയുടെ പാഠം എന്താണെന്നറിയോ? മനുഷ്യന് ഉപകാരം ചെയ്യരുത് എന്നാ. മനുഷ്യന് ഉപകാരം ചെയ്യരുത്. കാരണം മനുഷ്യൻ നന്ദി കാണിക്കൂല, നന്ദികേടേ കാണിക്കുള്ളൂ. പക്ഷെ നായ അങ്ങനല്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ച് വേസ്റ്റ് വന്ന് കുറച്ച് മുള്ളും എല്ലും ഒക്കെ കൂടി ആ വേസ്റ്റ് കൊണ്ടിട്ടാണ് പുറത്ത് കിട്ടും. നായക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ആ പുറത്ത് കിട്ടു. അത് തിന്നാൻ വേണ്ടി ഒരു നായ വന്നു. ആ നായ ഇങ്ങനെ വാലാട്ടി നമ്മോട് നന്ദി കാണിക്കും. എപ്പോൾ കണ്ടാലും നന്ദി കാണിക്കും. യജമാനോട് ഇത്ര കൂറ് കാണിക്കുന്ന, നന്ദി കാണിക്കുന്ന വേറൊരു ജീവിയില്ല. ഞാൻ മനുഷ്യനാണ്, എൻ്റെ യജമാനൻ അല്ലാഹു. ഞാൻ വേണ്ടതുപോലെ നന്ദി കാണിക്കണില്ല. എന്നെക്കാൾ മെച്ചപ്പെട്ടത് ഈ നായ തന്നെയാണ്. നാളെ മഹ്ശറയിലെത്തിയിട്ട് എന്നെ വിചാരണ ചെയ്തിട്ട് സിറാത്ത് പാലം കടന്നിട്ട് അക്കരെ എത്തി സ്വർഗത്തിലേക്ക് എത്തിയാൽ ഞാൻ ഉറപ്പിക്കും, പടച്ചോനെ, ഈ നായനെക്കാണ് ഞാനാണ് മെച്ചപ്പെട്ടത് എന്ന്. അതല്ല, സിറാത്തുൽ മുസ്തഖീം, സിറാത്ത് പാലത്തും ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ സബാനിയാക്കൾ എന്നെ വലിച്ചിട്ട് നരകക്കുണ്ടിലേക്ക് വീഴ്ത്തിയാൽ ഒരിക്കലും ഞാൻ ഈ നായനേക്കാൾ ഒരിക്കലും മെച്ചപ്പെട്ടവനല്ല. എന്നെക്കാൾ എത്രയോ മേലേണി നായ. നായ യജമാനോട് ശുക്ർ കാണിക്കുന്ന, നന്ദി കാണിക്കുന്ന ജീവിയാണ്. അതുകൊണ്ട് ഞാൻ ബഹുമാനിച്ചിട്ട് തന്നെയാണ് മാറി നിന്നത് എന്ന് മഹാനായിരിക്കുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. നായ എങ്ങനെയാണ്? വല്ലാതെ ബഹുമാനിക്കും യജമാനെ. ജർമ്മനിയിൽ പണ്ടൊരു നായനെ അടിച്ചതിൻ്റെ പേരിൽ മൃഗശാലയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതായിരിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. മൃഗശാലയിൽ കുറേ മൃഗങ്ങളുണ്ടാവുമല്ലോ. ഈ മൃഗങ്ങളൊക്കെ പരിപാലിക്കാൻ ഓരോ ആൾക്കാരുണ്ടാവും. അപ്പം നായനെ പരിപാലിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ ഏൽപ്പിച്ചിരുന്നു. ഒരു ദിവസം ആ മനുഷ്യനെ നായൻ ഒരുപാട് അടിച്ചു.
ഒരുപാട് തല്ലി. നായക്ക് വല്ലാതെ വേദനിച്ചു. നായ വല്ലാതെ ഒച്ച വെച്ചു. മൃഗശാലയിൽ കാണാൻ വന്നതായിരിക്കുന്ന ആൾക്കാർ ഇത് കണ്ട് സങ്കടപ്പെട്ടു. അവർ പരാതി കൊടുത്തു. ഈ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്തു. കോടതി ശിക്ഷിച്ചു. തൂക്കിക്കൊല്ലാനാണ് വിധിച്ചത്. മിണ്ടാപ്രാണിയായിരിക്കുന്ന നായെ ക്രൂരമായി ആക്രമിച്ച് പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ആ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ജർമ്മനിയിലെ കോടതി വിധിച്ചു. അപ്പോൾ ഈ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിചാരിക്കുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു, തൂക്കിക്കൊല്ലാൻ വരട്ടെ, നിങ്ങൾ ശിക്ഷ വിധിച്ചോളും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പരാതിക്കാരൻ്റെ അഭിപ്രായം ചോദിക്കണ്ടേ? പരാതിക്കാരനോടൊന്ന് ചോദിക്കണ്ട, അവനെ വിചാരണ ചെയ്യണ്ടേ? അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ജഡ്ജിനോട്. എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതിന് മുമ്പ് തൂക്കിക്കൊല്ലാൻ കാരണമായ തെറ്റ് ഞാൻ ചെയ്തപ്പോൾ അവിടെ അതിന് ആ തെറ്റ്, എൻ്റെ തെറ്റിനിക്ക് കാരണക്കാരനായിരിക്കുന്ന ആ തെറ്റ് ഞാൻ ചെയ്തത് ഒരു വ്യക്തിയോടാണല്ലോ, ഒരു നായനോടാണല്ലോ. ആ നായനൊന്ന് വിചാരണ ചെയ്യണ്ടേ? നിങ്ങൾ വിചാരണ ചെയ്തിട്ടുണ്ടോ? നായനെ വിചാരണ ചെയ്യണമെന്ന് പ്രതിവാദിച്ചപ്പോൾ കോടതി നിർബന്ധിതമായി അങ്ങനെ നായനെ കൊണ്ടുവരാൻ ഓർഡർ ചെയ്തു. മൃഗശാലയിൽ നിന്ന് പരിപാലകന്മാർ നായനെ ചെങ്ങലക്കെട്ടിട്ട് കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. കോടതിയിൽ കുറേ ആൾക്കാരിങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. നായ ഇങ്ങനെ വരുമ്പോൾ നായ ഇങ്ങനെ ചുറ്റുപാടും നോക്കുകയാണ്. നായക്ക് മണം കിട്ടി യജമാനൻ്റെ. നായ ഇങ്ങനെ ചുറ്റുപാടും നോക്കിയപ്പോൾ തൻ്റെ യജമാനൻ കൂട്ടിൽ കയറിയിട്ട് നിൽക്കുകയാണ്. കയ്യിൽ ആമം വെച്ചിട്ടുണ്ട്. കൂട്ടിൽ കയറി ഇങ്ങനെ നിൽക്കുന്ന യജമാനെ കണ്ടപ്പോൾ ഈ നായ ചെങ്ങല പൊട്ടിച്ചിട്ട് പാഞ്ഞണ് കയറി ഈ മനുഷ്യൻ്റെ ചുമലിലേക്ക്, എന്നിട്ട് മുഖത്തൊക്കെ അങ്ങോട്ട് നക്കി തുടക്കാൻ തുടങ്ങി. വല്ലാത്ത പൊടിച്ചിട്ട് നാറ്റാനും നക്കാനും ഒക്കെ തുടങ്ങി. വല്ലാത്ത വാത്സല്യം വലട്ടിട്ട് ഈ മനുഷ്യനോട് ഈ മനുഷ്യൻ കോടതി പറഞ്ഞു, ഈ മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ പാടില്ല, കാരണം നായക്ക് പരാതിയില്ല. നായന്റെ യജമാനനാണ്. ആ യജമാനോട് ഈ നായ എപ്പോഴും നന്ദി കാണിക്കുകയാ. അതുകൊണ്ട് നായക്ക് പരാതിയില്ലാത്തോടത്തോളം കാലം ഇയാളെ തൂക്കിക്കൊല്ലാൻ പാടില്ല എന്നുകൊണ്ട് കോടതി അയാളെ വെറുതെ വിട്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നായ വല്ലാതെ മനുഷ്യനോട് നന്ദി കാണിക്കും, യജമാനോട് നന്ദി കാണിക്കും. മനുഷ്യൻ ഈ നായനേക്കാൾ അതപ്പതിച്ചു പോകും. എന്തുകൊണ്ട്? അല്ലാഹു ആകുന്ന യജമാനിക്ക് നന്ദി കാണിക്കാത്തത് കൊണ്ട്. ഇന്നാ അർദിനൽ അമാനത അലസ്സമാവാതി വൽ അർളി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന സലൂമൻ ജഹൂലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നാ അർദിനൽ, നമ്മുടെ വിഷയം എന്താണ്? കടമകളും കടപ്പാടുകളുമാണ് നമ്മുടെ വിഷയം. നമ്മുടെ കടമകളും കടപ്പാടുകളും ആരോടൊക്കെയാ? ഒന്നാമതായി അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോടാണ് നമുക്ക് ഏറ്റവും വലിയതായിരിക്കുന്ന കടമയുള്ളത്, കടപ്പാടുള്ളത്. കാരണം അള്ളാഹു നമ്മിൽ ഒരു വലിയ അമാനത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ അമാനത്ത് അള്ളാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങിയവരാണ് മനുഷ്യർ. ആ അമാനത്ത് വേണ്ടതുപോലെ നിർവഹിക്കാതിരിക്കുന്ന നന്ദികെട്ട ജീവിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അമാനത്താകുന്ന ഈ നിയമങ്ങളൊക്കെ മനുഷ്യനക്ക് എടുത്തു കാണിക്കുന്നതിന് മുമ്പ് ആകാശഭൂമികൾക്ക് മുമ്പിൽ എടുത്തു കാണിക്കുകയുണ്ടായി. അല്ലാഹു അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, ഇന്നാ അർദിനൽ അമാനത അലസ്സമാവാതി വൽ അർളി വൽ ജിബാൽ. ഈ അമാനത്തിനെ നമ്മൾ പർവ്വതങ്ങൾക്ക് മേൽ, ഭൂമിക്ക് മേൽ, ആകാശത്തിന് മേലൊക്കെ എങ്ങനെ വെളിവാക്കി കൊടുത്തു. ഇത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? ഇത് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ ആ ആകാശവും ഭൂമിയും അതുപോലെ തന്നെ പർവ്വതവും ഒക്കെ അതിന് വിസമ്മതിച്ചു. ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ. അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. അവർ പേടിച്ചു പോയി. ഇത് നടപ്പിൽ വരുത്താൻ കഴിയില്ല നമ്മളെ കൊണ്ട്. ആകാശവും ഭൂമിയും ഒക്കെ പേടിച്ച് പിന്മാറി. വഹമലഹൽ ഇൻസാൻ, അല്ലാഹു പറയുന്നു മനുഷ്യൻ അത് ഏറ്റെടുത്തു. ഇന്നഹു കാന സലൂമൻ ജഹൂലാ. മനുഷ്യൻ വല്ലാത്ത വിഡ്ഢിയാണ്, ഒരു വിവരവുമില്ലാത്തവനാണ്, ജാഹിലാണ് മനുഷ്യൻ. വിവരം ഉണ്ടെങ്കിൽ ഇത് ഏറ്റെടുക്കൂലായിരുന്നു. നമ്മൾ ഏറ്റെടുത്തതാണ്, ഏറ്റെടുത്ത് കുടുങ്ങിയവരാണ് നമ്മൾ. ഇനി നമ്മൾ അത് നിറവേറ്റിയേ മതിയാവുകയുള്ളൂ. അത് നമ്മുടെ കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ വീട്ടിക്കൊടുക്കേണ്ടതായ കടമയാണ് അമാനത്ത്. അദാ ഉൽ അമാനത്തി ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ. എല്ലാ മുസ്ലിമിന്റെ മേലിലും അമാനത്ത് വീട്ടൽ നിർബന്ധമാണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്ത്.
അല്ലാഹു പറയുന്നു, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, അന്തു അദ്ദുൽ അമാനാത്തി, അമാനത്തുകൾ വിട്ടുകൊടുക്കണമെന്ന്. എന്താണ് അമാനത്തെന്ന് പറഞ്ഞാൽ? അൽ അമാനത്തു മാ ഫറലഹുല്ലാഹു തആല അലാ ഇബാദിഹി മിനൽ ഹുഖൂഖി. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ മേലിൽ നിർബന്ധമാക്കിയതായിരിക്കുന്ന കാര്യങ്ങൾക്കാണ് അമാനത്തെന്ന് പറയുന്നത്. എന്തൊക്കെയുണ്ട്? ആ അമാനത്തിൽപ്പെട്ടതാണ് നമ്മുടെ നിസ്കാരം, നോമ്പ്, സക്കാത്ത് എന്ന് വേണ്ട സകല കാര്യങ്ങളും അമാനത്താണ്. അതൊക്കെ യഥാവിധി വീട്ടിക്കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണം. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, മൊത്തത്തിൽ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സമയം വളരെ വൈകിയിട്ടുണ്ട്, നീട്ടി സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് നമ്മൾ ഏറ്റുവാങ്ങിയതായിരിക്കുന്ന ആ അമാനത്ത് യഥാവിധി നിറവേറ്റി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ആ കടമ നിർവഹിക്കാനാണ് ഒന്നാമതായിട്ടൊരു മനുഷ്യൻ മുമ്പോട്ട് വരേണ്ടത്. അത് അവൻ്റെ കടമയാണ്, നിർബന്ധമാണ്. അത് ഒരിക്കലും തന്നെ നമ്മൾ വിട്ടുപോകരുത്. അള്ളാഹു അത് നിറവേറ്റാൻ നമുക്ക് തൗഫീക്ക് ചെയ്തു തരുമാറാവട്ടെ. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ അള്ളാഹുവിനോടുള്ള കടമ, അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാർ തമ്മിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അവരോടൊക്കെ പല നിലക്കുള്ള കടമകൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമായ മനുഷ്യന്റെ മേലുള്ളതായിരിക്കുന്ന കടമകൾ 6 എണ്ണമാണ്. ഒരു മുസ്ലിമിനിക്ക് മറ്റൊരു മുസ്ലിമിൻ്റെ മേലിൽ 6 കടമകളുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. എന്തൊക്കെയാണത്? ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, അവനെ കണ്ടുമുട്ടിയാൽ അവനോട് നീ സലാം പറഞ്ഞേക്കണം. വഇദാ ദഅാക ഫഅജിബുഹു, നിന്നെ അവനൊരു കാര്യത്തിലേക്ക് ക്ഷണിച്ചാൽ ആ ക്ഷണം നീ സ്വീകരിക്കണം. വൈദസ്തൻസഹക, നിന്നോടവൻ സതുപദേശം തേടിയാൽ ഫൻസഹ്ലഹു, അവന് നീ ഉപദേശം കൊടുക്കണം. വഇദാ അതശ ഫഹമിദല്ലാഹ ഫശമ്മിതുഹു, മുഅ്മിനായ തൻ്റെ സഹോദരൻ ഒന്ന് തുമ്മിയിട്ട് ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ അവനക്ക് നീ ആശ്വാസവാക്കുകൾ പറഞ്ഞു കൊടുക്കണം. യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും, യർഹമുക്കല്ലാഹ് എന്ന് പറയണം. ഒരാൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, അത് കേട്ട മുസ്ലിമായ മനുഷ്യൻ അവനിക്ക് റഹ്മത്ത് കൊണ്ട് പ്രാർത്ഥിക്കണം. യർഹമുക്കല്ലാഹ്, അതിക്കാ തശ്മീത്തുല്ലാതീശ് എന്ന് പറയാ. തുമ്മിയിട്ടൊരുത്തൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് കേട്ട മുസ്ലിം പറഞ്ഞു കൊടുക്കണം യർഹമുക്കല്ലാഹ്. അതിനാണ് തശ്മീത്തുല്ലാതീശ് എന്ന് പറയുക. അതൊരു മുസ്ലിമായ മനുഷ്യന്റെ കടമയാണ്. വഇദാ മരിളാ ഫഉദുഹു, ഇനി അവൻ രോഗിയായാൽ ആ രോഗം സന്ദർശിക്കാൻ പോകലും കടമയാണ്. മരണപ്പെട്ടാൽ ഫൈദാമാത്ത, മരണപ്പെട്ട് കഴിഞ്ഞാൽ ഫത്തബിഉഹു, അവൻ്റെ ആ ജനാസയെ നീ അനുഗമിക്കണം. ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കാൻ കേട്ടോ, ഓരോന്നും കുറേ വിശദീകരിക്കാനുണ്ട്. വേണ്ടി വന്ന ഒരു ദിവസത്തെ വേൾ തന്നെ പറയാൻ മാത്രമുണ്ട് ഓരോന്നും. സലാം പറയൽ, സലാം പറയുന്ന മസല പോലും നമുക്കറിയില്ല എന്ന് തോന്നും. ചിലപ്പോൾ നമ്മൾ ഒരാളെ കണ്ടുമുട്ടുകയാണ്, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരികയാണ്, ആരാ സലാം പറയേണ്ടത്? സലാം പറയേണ്ട വീട്ടുകാരൻ വരുന്നവനോട് പറയണോ, വന്നവൻ വീട്ടുകാരോട് പറയണോ? പലർക്കും അറിയില്ല. വരുന്ന ആൾ വീട്ടുകാരോടാ സലാം പറയേണ്ടത്. വരുന്ന ആൾ എത്ര വലിയ ആളായിക്കോട്ടെ, ഖാദിർ ഉസ്താദാണ്, ഖത്തീബ് ഉസ്താദാണ്, തങ്ങൾ ബാപ്പയാണ്, ആരും ആട്ടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് സലാം പറയലല്ല. വരുന്ന ആൾ വീട്ടുകാരോട് അങ്ങോട്ട് സലാം പറയണം. മടക്കലാ മറ്റോലെ കടമ. വരുന്ന ആൾക്ക് ആ സലാം പറയാന്നുള്ള കടമ നിർവഹിക്കാനുള്ള ചാൻസ് വീട്ടുകാർ കൊടുക്കൂല. അതിന് മുമ്പ് പോലും ഇങ്ങോട്ട് പറയും. അത് പാടില്ല. മസല എല്ലാ വിഷയത്തിലും നമ്മൾ പഠിക്കണം. കണ്ടുമുട്ടിയാൽ സലാം പറയണം. നമ്മുടെ വീട്ടിലേക്ക് കയറി മിമ്പർമ കയറിയിട്ട് വെള്ളിയാഴ്ച ഖത്തീബല്ലേ മറ്റോടൊക്കെ സലാം പറയണത്, മറ്റുള്ള സലാം മടക്കണല്ലേ ഉള്ളൂ. അതങ്ങനെ വേണ്ടത്. ഖത്തീബ് മിമ്പറിലേക്ക് കയറാൻ വേണ്ടി റൂമിൽ നിന്ന് പള്ളിയിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഒരു സലാം പറഞ്ഞു. കണ്ടോ, ഖത്തീബ് ബാക്കിയുള്ളവരൊക്കെ കണ്ടതാ. അപ്പോൾ സലാം പറഞ്ഞു. മിമ്പറിൻ്റെ അടുത്ത് എടുത്തും മുക്രിച്ചാറിൻ്റെ അടുത്തും വാളും കെട്ട് വാങ്ങുമ്പോൾ ഒരു സലാം, രണ്ടാമതും പിന്നെയും പറഞ്ഞു. മിമ്പർമ കയറിയിട്ട് തിരഞ്ഞും കെട്ടുന്നിട്ട് ജനങ്ങളുടെ കംപ്ലീറ്റ് ഒറ്റ സലാം. ഇതൊക്കെ ഖത്തീബാണ് പറയേണ്ടത്, ജനങ്ങൾ അങ്ങോട്ട് പറയല്ല. ഇത് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴും മര്യാദയാണ്. വീട്ടിലേക്ക് വരുന്നവനാ സലാം പറയേണ്ടത്. വീട്ടുകാരെ മടക്കുകയാണ് വേണ്ടത്. നിൽക്കുന്നവൻ ഇരിക്കുന്നവനോട് നിൽക്കുന്നവനാ പറയേണ്ടത്. നടന്നു പോകുന്നവൻ നിൽക്കുന്നവനോടാണ് പറയേണ്ടത്. കുറച്ചാളുകൾ കൂടുതൽ ആളുകളോടാണ് പറയേണ്ടത്. ഒരാൾ 2 ആളോടാണ് പറയേണ്ടത്. മറ്റുള്ളവർ മടക്കണം.
ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ സലാം പറയുന്നിടത്തുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പ്രാവർത്തികമാക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ 6 കടമകൾ മുസ്ലിമീങ്ങൾ തമ്മിലുണ്ടെന്ന് പഠിപ്പിച്ചു പുണ്യ റസൂൽ. അതിൽപ്പെട്ട ഒന്നാണ് സലാം പറയൽ. രണ്ടാമതായിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? വഇദാ ദഅക ഫഅജിബുഹു, വിവാഹത്തിന് ക്ഷണിച്ചു, അതേപോലെ മറ്റെന്തോ കാര്യത്തിന് പുറകൂടി ക്ഷണിച്ചു, വേറെന്തോ ആവശ്യത്തിന് ക്ഷണിച്ചു, ആ ക്ഷണം സ്വീകരിക്കൽ നമ്മുടെ കടമയാണ്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഉപദേശം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, സതുപദേശം തേടിയാൽ അത് നൽകണം. അതുപോലെ തന്നെ തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ കേട്ടവൻ ഇർഹമുക്കല്ലാ എന്ന് പറയണം, നിനക്കല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. തുമ്മ എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. എന്തിനാ തുമ്മിയിട്ടൊരു തന്നെ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്? ഒരു മനുഷ്യൻ്റെ ഹാർട്ടുണ്ടല്ലോ, അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അത് പ്രവർത്തിച്ചു തുടങ്ങുകയാണ്, അതിങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരാൾ തുമ്മുമ്പോൾ അവൻ്റെ ഹാർട്ട് തൽക്കാലം ഒന്ന് നിൽക്കുമെന്നാണ്, ഒരല്പസമയത്തേക്കൊന്ന് നിൽക്കും. നിന്നിട്ട് അവിടുന്ന് പിന്നെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഓൻ മരിച്ചില്ലേ? ഹാർട്ട് നിന്ന പോയാൽ മരിക്കുമല്ലോ. അതേ സമയത്ത് തുമ്മിക്കഴിഞ്ഞാൽ വീണ്ടും ആ ഹാർട്ട് മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് അൽഹംദുലില്ലാ, പടച്ച റബ്ബേ എൻ്റെ ഹാർട്ട് മിടിച്ചിട്ടില്ലെങ്കിൽ, അതിങ്ങനെ തുള്ളിക്കൊണ്ടിരുന്നിട്ടില്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തമെത്തുകയില്ലല്ലോ. ഈ ഹാർട്ട് നിന്നുപോയതിൻ്റെ ശേഷം വീണ്ടും അതിനെ പ്രവർത്തന സജ്ജമാക്കിയ റബ്ബേ നിനക്ക് സ്തുതി. എന്നാ അൽഹംദുലില്ലാ പറയണത്. അത് കേട്ട മുസ്ലിമായ മനുഷ്യൻ അവന് റഹ്മത്ത് കൊണ്ട് ദുആ ചെയ്യണം, ഇർഹമുക്കല്ലാ, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മുസ്ലിമീങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന കടമയാണ്. വിശദീകരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പിന്നൊന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ സഹോദരൻ രോഗിയായി കിടന്നാൽ, ഒരു മുസ്ലിമായ മനുഷ്യൻ രോഗിയായി കിടക്കുകയാണെങ്കിൽ ഫൈദാ മരിലാ ഫഉദുഹു, രോഗിയായാൽ അവൻ്റെ രോഗം പോയിട്ട് സന്ദർശിക്കണം. പുണ്യ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അതിനുകൊണ്ടിട്ട ഒരുപാട് മര്യാദകൾ, രോഗസന്ദർശനത്തിനും ഒരുപാട് മര്യാദകളുണ്ട്. രോഗിയായി കിടക്കുന്ന ആളടുത്ത് പോയിട്ട് അവൻ്റെ രോഗം ശമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം, ആശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുക്കണം, വേണ്ടി വന്നാൽ ഒന്ന് തലയോടണം, അപ്പോൾ ഒന്ന് മന്ത്രിച്ചൂതണം. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പോരുമ്പോൾ അവിടെ കൂടുതൽ ഇരുന്നിട്ട് മുഷിപ്പിക്കാൻ പാടില്ല എന്നാ. ഓൻ അങ്ങോട്ട് ദുആ ചെയ്തു കൊടുക്കുക, അവനോട് ഇങ്ങോട്ടും ദ്വാരക്കാനും പറയാം. രോഗിൻ്റെ ദ്വാരക്ക് ഉത്തരം കിട്ടുന്നതാണ്. രോഗിക്ക് വേണ്ടി നമ്മൾ അങ്ങോട്ട് ദ്വാരക്കാന്ന് മാത്രമല്ല, രോഗിയെ കൊണ്ട് നമ്മൾ ഇങ്ങോട്ടും ദ്വാ ചെയ്യിപ്പിക്കണം. കാരണം ഓൻ്റെ ദ്വാരക്ക് ഉത്തരമുണ്ട്. അതിനെ ശല്യം ചെയ്യാൻ പാടില്ല, ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. മുമ്പൊരാൾ രോഗം കാണാൻ പോയി, കൂട്ടുകാരൻ്റെ രോഗം കാണാൻ പോയിട്ട് ഒരുപാട് സമയം അവിടെ ഇരുന്ന്, കുറേ സമയം ഇരുന്ന് രോഗിക്ക് ബുദ്ധിമുട്ടായി. ഇവൻ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോയെങ്കിലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അവൻ്റെ ഭാര്യയും മക്കളും കൂട്ടക്കാരും കുടുംബക്കാരും ഒക്കെ ഉണ്ട്, അവരൊക്കെ അവനെ വേണ്ടതുപോലെ പരിചരിക്കാൻ ഇവന് ഈ അന്യ മനുഷ്യൻ പോയെങ്കിലേ പറ്റുള്ളൂ. പക്ഷേ അവർക്കൊന്നും അടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ഈ രോഗിൻ്റെ അടുത്ത് കുറേ സമയം നിന്ന് ഇയാൾ മുഷിഞ്ഞു. ഏതായാലും പിന്നെ അവസാനം ഇറങ്ങിപ്പോകാൻ വിചാരിച്ചു. പൂമ പറഞ്ഞു ദ്വാരക്കണം എന്ന് പറഞ്ഞു. ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോൾ രോഗിയായ ആൾ ദ്വാരന്നെന്താണെന്നറിയോ? അല്ലമക്കല്ലാഹു കൈഫ യുഈദുൽ മർലാ, എങ്ങനെയാണ് രോഗിനെ സന്ദർശിക്കേണ്ടതെന്ന് അള്ളാഹ് എനിക്ക് പഠിപ്പിച്ചു തരട്ടെ എന്നാ ദ്വാരത്. കാരണം ഇയാളെ പ്രവർത്തനം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായി രോഗി. അങ്ങനെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. ബുദ്ധിമുട്ടാകാത്ത രൂപത്തിൽ രോഗിയെ സന്ദർശിച്ചിട്ട് ആശ്വാസ വാക്കുകൾ പറഞ്ഞിട്ട് ദ്വാ ചെയ്യിപ്പിച്ചിട്ട് ദ്വാ ചെയ്തു കൊടുത്തിട്ട് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ട് തിരിച്ചു പോരണം വേഗം. അങ്ങനെ രോഗസന്ദർശനമായ മനുഷ്യൻ്റെ കടമയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ മാതാ ഫത്തബിഉഹു, മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജനാസയെ അനുഗമിക്കണം. 6ാമത്തെ കടമ ഏതാണ്? ജനാസയെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എവിടേക്കാ ജനാസയെ അനുഗമിക്കേണ്ടത്? എവിടേക്കാ നമ്മൾ ജനാസയെ അനുഗമിച്ചു പോകേണ്ടത്? പള്ളിയിലേക്ക് അല്ലേ? അല്ല, പള്ളിയിലേക്കല്ല ജനാസയെ അനുഗമിക്കേണ്ടത്, ഖബറിലേക്കാണ്. മയ്യത്തിനെ വീട്ടിൽ നിന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് കൊണ്ടുവരുന്നത് മറവ് ചെയ്യാൻ ഖബറിലേക്കാണ് കൊണ്ടുവരുന്നത്. അതുവരെയാണ് അനുഗമിക്കേണ്ടത്. നമ്മളൊക്കെ ചെയ്യലെന്താ? ബഹുഭൂരിഭാഗം ആളുകളും മയ്യത്തിനെ അനുഗമിക്കുന്നത് പള്ളി വരെയാണ്. നിസ്കാരം കഴിഞ്ഞ് ഓൻ പോയി, പിന്നെ കുറച്ച് ആൾക്കാർ അതിനെ കൊണ്ടിട്ട് മറവ് ചെയ്യാനുള്ളത്. വെറുതെ എന്തിനാ ഈ കൂലി കളയുന്നത്? പള്ളിയിൽ നിന്ന് പിന്നെ എത്രയാണ് ഖബറിലേക്കുള്ള ദൂരം?
ഒരു 10 അടിയും കൂടിയും വെച്ചാൽ പോരെ, അപ്പോൾ അത് പൂർണ്ണമാവുകയാണ്. ഖബറിങ്ങ വരെയാണ് നീ പോകേണ്ടത്. സമയമല്ലേ എനിക്ക് തിരക്കാണോ, എന്നാ ഖബറിങ്ങത്തേറ്റം പോയിട്ട് തിരിച്ചു പോയിക്കോ, കുഴപ്പമില്ല, എന്നാ അത്രയെങ്കിലും കിട്ടും. മറവ് മാടിയിട്ട് പോവുകയാണെങ്കിൽ 2 കീറാത്ത് കൂലി ഉണ്ടെന്നാണ് പഠിപ്പിച്ചത്. 2 കീറാത്ത് കൂലി കിട്ടും. ഖബറിങ്ങത്തേറ്റം പോയിട്ട് മറവ് ചെയ്ത് കഴിഞ്ഞിട്ട് 3 പിടി മണ്ണും വാരിട്ടിട്ട് തൽക്കീനും തസ്ബീഹും ഒക്കെ ചൊല്ലിയിട്ട് ദുആവും ചെയ്ത് പിരിഞ്ഞു പോവുകയാണെങ്കിൽ അവിടെയും നമുക്ക് ധൃതിയാണ് സഹോദര. നമുക്കും വേണ്ട നാളെ മരിക്കുക, നമ്മളെയും വേണ്ട അതുപോലെ അനുഗമിച്ച് വരിക ആളുകൾ. എന്നിട്ട് അള്ളാഹിനോട് ശുപാർശ ചെയ്യണ്ടേ? 100 ആളുകൾ അള്ളാഹിനോട് ശുപാർശ ചെയ്താൽ അവനിക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ് ഖാല റസൂലുള്ളാഹി. അപ്പം നമ്മളൊക്കെ മറ്റുള്ളവരുടെ ശുപാർശ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ അവർക്ക് ശുപാർശ ചെയ്ത് കൊടുക്കണം ജീവിതകാലത്ത്. നമ്മൾ മരിച്ചാൽ അപ്പോൾ നമുക്ക് മറ്റുള്ളവർ ശുപാർശ ചെയ്യണം. അത് താമാകലെപ്പോഴാ, പരിപൂർണമാകലെപ്പോഴാണ്? മയ്യത്തിൻ്റെ കൂടെ വന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഖബർസ്ഥാനിലെ ഖബർ വരെ പോയിട്ട് 3 പിടി മണ്ണും വാരിയിട്ടിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് മടങ്ങി പോരുമ്പോഴാ. വരക്കാൻ പോകുമ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. നിസ്കരിക്കാൻ പള്ളിയിൽ പുള്ളേക്കാരം അടുത്തടുത്താണ് നിൽക്കാൻ ഈ നിസ്കാരത്തിന്. അങ്ങനെ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, വിട്ടും നിൽക്കുക. എന്നാലും അതാണ് നല്ലത്, വിട്ടു നിൽക്കാൻ വേണ്ടത്. സാധാരണ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ തന്നെ വിട്ടു നിൽക്കലാണ് വേണ്ടത്. ഇന്നലല്ലേ നിസ്കരിക്കുമ്പോൾ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കാൻ പറ്റുള്ളൂ എന്നാ. പക്ഷേ ആൾക്കാർ അധികം ഉണ്ടാകുമ്പോൾ അതിന് സൗകര്യം കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത് നിൽക്കുന്നത്. അങ്ങനെ അടുത്ത് നിൽക്കാൻ മാത്രം മയ്യത്തിൻ്റെ കൂടെ ആൾക്കാർ പള്ളിയിലേക്ക് വന്നിട്ടുണ്ടാകും. പക്ഷേ ഖബറിങ്ങ പോയാലോ വിരലിലെണ്ണാവുന്ന ആളുകളെ അവിടെ കാണുകയുള്ളൂ. പറ്റില്ല. ഖബർ വരെയാണ് ജനാസയെ അനുഗമിക്കേണ്ടത്. വിഷയം വളരെ വിശാലമാണ്, നീട്ടിപ്പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അപ്പം മനുഷ്യന്മാരോടുള്ള അള്ളാഹിനോടുള്ള കടമ അത് നമ്മൾ നിറവേറ്റണം. മനുഷ്യന്മാരോടുള്ള കടമ നമ്മൾ നിറവേറ്റണം. മനുഷ്യന്മാരോടുള്ള കടമയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കടമ മാതാപിതാക്കളോടുള്ള കടമയാണ്. നേരത്തെ പറഞ്ഞല്ലോ, അൽ ഉമ്മു ഹിയൽ മദ്രസത്തുൽ ഊലാ. ഉമ്മ ഒന്നാമത്തെ മദ്രസയാണെന്ന് പറഞ്ഞല്ലോ. ഒരു കുട്ടിയുടെ ഉമ്മാന്റെ മദ്രസയിൽ നിന്ന് പഠിച്ചതൊന്നും കുട്ടിയെ മറക്കൂലെന്നാ. അങ്ങനെ ഉണ്ടൊന്ന്. ഉസ്താദിൻ്റെയൊക്കെ പഠിച്ച് ചിലപ്പോൾ മറക്കും, പക്ഷെ ഉമ്മാൻ്റെയൊക്കെ പഠിച്ചത് മറക്കൂലെന്നാ. അത് ശ്രദ്ധിച്ചു നോക്കൊണ്ടു. ഉമ്മയിൽ നിന്ന് ചെറുപ്പകാലത്ത് പഠിച്ചതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ തുണുടുക്കാൻ പഠിപ്പിച്ചതാരാ? ഉമ്മയാ. നഗ്നത മറക്കാൻ പഠിപ്പിച്ചത് ഉമ്മയാണ്. ഓൻ്റെ ബുദ്ധി സ്ഥിരമല്ലെങ്കിലും ഓൻ തുണി ഉടുക്കും. ചിലപ്പോൾ കീറിയതാണേക്കാരും എന്നാലും ഉടുക്കും, അത് മറക്കൂല. എന്താ? വിടൂല. ഉമ്മ പഠിപ്പിച്ചതാ. ഉമ്മാൻ്റെ മദ്രസയിൽ നിന്ന് പഠിച്ചതാണത്. അതേപോലെ തന്നെ ഉമ്മ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് തന്നെ സാധാരണ ഭക്ഷണം കൊടുത്ത് മുലയൂട്ടി ശീലിച്ചതായിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയിട്ട് തന്നെ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറക്കും. അറിയാം, എല്ലാവർക്കും അറിയാം ബിസ്മില്ലിട്ടാ ഭക്ഷണം കഴിക്കേണ്ടതെന്ന്. പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ചെല്ലാനും പലരും മറക്കും. ഇത് പഠിച്ചത് വൈകിയതുകൊണ്ടാണ്. ഉമ്മാൻ്റെ മദ്രസയിൽ നിന്ന് പഠിച്ചിക്കണമെങ്കിൽ അത് മറക്കൂല എന്നാണ്. ഉമ്മാൻ്റെ മദ്രസയിൽ നിന്ന് പഠിച്ചത് മുഴുവനും മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കും. അൽ ഉമ്മു ഹിയൽ മദ്രസത്തുൽ ഊലാ. ഉമ്മ ഒന്നാമത്തെ മദ്രസയാണ്. ഏറ്റവും ഒരു മനുഷ്യന് കടപ്പെട്ടത് ആരോടാണ്? ഉമ്മാനോടാണ് ഏറ്റവും കടപ്പെട്ടത്. മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചില്ലേ ഒരാൾ വന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, റസൂലേ, ഞാൻ ആരോടാണ് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്? ആരോടാണ് എനിക്ക് ഏറ്റവും വലിയതായിരിക്കുന്ന കടമയുള്ളത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ ഉമ്മാനോടാണ് ഏറ്റവും നിനക്ക് കടമയുള്ളത്. ആ മനുഷ്യൻ വീണ്ടും ചോദിച്ചു, റസൂലേ, പിന്നെ ആരോടാ? അപ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഉമ്മുക്ക, നിന്റെ ഉമ്മയാണ്. പിന്നെയും അയാളെ ചോദിച്ചു, പിന്നീട് ആരോടാണ്? മൂന്നാമതും അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഉമ്മുക്ക, നിന്റെ ഉമ്മയാണ്. പിന്നെയും ചോദിച്ചപ്പോഴാണ് അബൂഖാന്റെ വാപ്പാനോടെന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നാമതും രണ്ടാമതും മൂന്നാമതോടും ഒരു മനുഷ്യൻ കടപ്പെട്ടിരിക്കുന്നത് തൻ്റെ ഉമ്മയോടാണ്. നാലാമതായി കടപ്പെട്ടിരിക്കുന്നത് തൻ്റെ പിതാവിനോടാണ്. മാതാപിതാക്കളോടുള്ള കടമയാണ് ഏറ്റവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അത് പലപ്പോഴും വിസ്മരിച്ചു പോകുന്നുണ്ട്, മറന്നു പോകുന്നുണ്ട്. ഒരു ഉമ്മാനോടുള്ള കടപ്പാട് ഒരു മനുഷ്യന് എത്രത്തോളം ഉണ്ടെന്നറിയുമോ?
മഹാന്മാരായിരിക്കുന്ന ആളുകൾ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ടതായിരിക്കുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കാണുകയാണ്, ഒരു മനുഷ്യൻ തൻ്റെ ഉമ്മാനെങ്ങനെ ചുമലിലേറ്റിക്കൊണ്ട് തവാഫ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ തൻ്റെ ഉമ്മാനെ ചുമലിലേറ്റിയിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളിങ്ങനെ ഒരു പാട്ടും പാടിയിട്ടാണ് തവാഫ് ചെയ്യുന്നത്. എന്താണ് പാട്ട് പാടുന്നത്? ഇന്നീലഹ ബാഇറുഹൽ മുദല്ലിലു ഇന്നുദിറതരി കാബഹാലം ഉദറു. ഈ ഉമ്മാനക്ക് ഒരു വാഹനമായിട്ട് ഞാൻ ഉമ്മാനെ ചുമലിലേറ്റിയിട്ട് ഇങ്ങനെ പരിശുദ്ധമായ കഅബ ശരീഫ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉമ്മാക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ മോൻ എന്നെ ചുമലിലേറ്റിയിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ, ഉമ്മാക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ട്. പക്ഷേ മകനാകുന്ന എനിക്ക് യാതൊരു അസ്വസ്ഥതയുമില്ല, ഞാനതിൽ സന്തോഷവാനാണ്. അങ്ങനെ പാടിക്കൊണ്ടാണ് ഇയാൾ തവാഫ് ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് അയാളെ ചോദിക്കുകയാണ്, സുമ്മക്കാല ഇബ്നു ഉമർ, ഓ ഇബ്നു ഉമർ എന്നവരെ, അതറാനി ജസൈതുഹാ, എൻ്റെ ഉമ്മാക്ക് ഞാൻ പകരം കൊടുത്തതായി, പ്രതിഫലം കൊടുത്തതായി ഇതുകൊണ്ട് മതിയാകുമോ? ഉമ്മ എന്നെ ഒരുപാട് നോക്കിയിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാണ് എൻ്റെ ഉമ്മ എന്നെ, അതിനൊക്കെ കൂടി എനിക്ക് പ്രത്യുപകാരം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ ചുമലിലേറ്റ് തവാഫ് ചെയ്യിപ്പിച്ചത് അതിന് പ്രത്യുപകാരമാകുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായിരിക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലാ വലാ ബിസഫറത്തിൻ വാഹിദ, അതൊരൊറ്റ നെടുവീർപ്പിന് പോലും സമാനമാവുകയില്ല. ഉമ്മ പ്രസവിക്കുന്ന സമയത്ത്, ഈ മകനെ പ്രസവിക്കുന്ന സമയത്ത് പ്രസവ വേദന സഹിക്കാൻ വയ്യാതെ ഒരു നെടുവീർപ്പ് വിട്ടല്ലോ, ആ ഒരൊറ്റ നെടുവീർപ്പിന് പോലും നീ ഈ ചെയ്തായിരിക്കുന്ന പ്രവർത്തനം പകരമാവുകയില്ല മോനെ. മഹാനായിരിക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഉമ്മാക്ക് നമ്മൾ പകരം കൊടുക്കാൻ കഴിയുകയില്ല, പിതാവിന് പകരം കൊടുക്കാൻ കഴിയുകയില്ല. വളരെ വലിയ ഭാരിച്ചതായിരിക്കുന്ന ഉത്തരവാദിത്തമാണ് അവരോട് നമുക്കുള്ളത്. പക്ഷേ ഇന്ന് നമ്മുടെ മക്കൾ അത് ബോധമില്ലാത്തവരാണ്. പലരും ഉമ്മാനോടും വാപ്പാനോടുമുള്ളതായിരിക്കുന്ന കടമകളെ മനസ്സിലാക്കാതെ വളരെ ക്രൂരമായി പെരുമാറുന്നതായ ഒരു സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെയും നമ്മളെ മക്കളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ ഓർത്തു പോവുകയാണ്, ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് ഒരു മനുഷ്യനാൾക്ക് ഒരുപാട് മക്കളുണ്ടായിരുന്നു. സദാസമയത്തും അയാൾ പള്ളിയിൽ വരും, ഇടയ്ക്കൊക്കെ ഞങ്ങളോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും. പറയുമ്പോൾ ഒക്കെ ആൾക്ക് സംസാരിക്കാനുള്ളത് മക്കളെ മദിഹക്കാരോ, എനിക്ക് ഇത്ര മക്കളുണ്ട്, എല്ലാ മക്കളും വലിയ സന്തോഷത്തിലാണ്, വളരെ റാഹത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും മക്കളെ പോലീസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ മനുഷ്യൻ. ഞാൻ അവിടുന്ന് ജോലിയൊക്കെ മതിയാക്കി പോകുന്ന ഒരു ദിവസം പത്രം നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യനെയും തൻ്റെ ഭാര്യയെയും ഒരു മകൻ ഒലക്ക കൊണ്ട് അടിച്ചു കൊന്നിരിക്കുകയാണ്. ഈ വാർത്തയാണ് കാണുന്നത്. എപ്പോഴും മക്കളെ പറ്റിയിട്ട് മദ്ഹ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഈ പിതാവിന് ആ കൂട്ടത്തിൽപ്പെട്ടൊരു മകന്റെ കാരണമായിക്കൊണ്ട് അന്ത്യശ്വാസം വലിക്കേണ്ടി വന്നു. ഒലക്കെടുത്തിട്ട് അടിച്ചു കൊന്നു രാത്രിയിൽ. നോക്കണം, ഇങ്ങനെ പെരുമാറുന്ന മക്കൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. വാപ്പിയമ്മയൊക്കെ വളരെ വാത്സല്യത്തിൽ, വളരെ കഷ്ടപ്പെട്ട്, വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നമ്മളെ പോറ്റി വളർത്തി വലുതാക്കി കൊണ്ടുവന്നു. നമ്മളൊന്ന് വലിയ സമ്പന്നരായി, വാഹനവും മറ്റു സൗകര്യങ്ങളും വീടും ഒക്കെയായി. പക്ഷേ നമ്മളെ ഇവിടേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന മാതാവിനെയും പിതാവിനെയും ഓർമ്മയില്ലാതെ കഴിയുന്ന മനുഷ്യ, നീ ഒരിക്കലിങ്ങനെ വയസ്സാവാനുണ്ട് കേട്ടോ, വാർദ്ധക്യത്തിലേക്ക് എത്താനുണ്ട് കേട്ടോ. ആ സമയത്ത് നിന്നെ പരിപാലിക്കാൻ ആരാണ് ഉണ്ടാവുക? നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വയസ്സായിരിക്കുന്ന മനുഷ്യൻ മാപ്പൊന്നും ആവണ്ട, ഉമ്മിയാവണ്ട, വാപ്പയും ഉമ്മയും ഒന്നും ആകേണ്ട ഒരു വൃദ്ധനായൊരു മനുഷ്യനെ ഒരാൾ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ, ആ വൃദ്ധനായ മനുഷ്യന് ഖിദ്മത്തെടുത്ത് കൊടുത്താലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന് വാർദ്ധക്യമാകുന്ന സമയത്ത് അതുപോലെ ഖിദ്മത്തെടുക്കാൻ വേണ്ടി ഒരാളെ തയ്യാറാക്കി കൊടുക്കുന്ന.
മഹാന്മാർ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാണ്, ഈ പറഞ്ഞതിൽ ഈ മനുഷ്യന് ആയുസ് നീട്ടിക്കിട്ടുന്നുള്ളൊരു സൂചനയും കൂടി ഉണ്ട്. ഓനെ ഖിദ്മത്തെടുക്കാൻ ഒരാളെ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നു മാത്രമല്ല, ഓൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കും എന്നുള്ള സൂചനയും കൂടി ഇതിലുണ്ട്. കാരണം എന്താണ്? ഒരു വൃദ്ധനായ മനുഷ്യന് ഖിദ്മത്തെടുക്കുമ്പോൾ ഈ ഖിദ്മത്തെടുത്ത മനുഷ്യന് വാർദ്ധക്യമാകുമ്പോൾ അവന് ഖിദ്മത്തെടുക്കാൻ അല്ലാഹു തആല ഒരാളെ ഒരുക്കി കൊടുക്കുന്ന. അപ്പോൾ വാർദ്ധക്യത്തിലേക്ക് ഓനെത്തണ്ടേ? വാർദ്ധക്യത്തിലേക്ക് എത്തണമെങ്കിൽ ഓൻ്റെ ആയുസ് നീളണമല്ലോ. അപ്പോൾ വൃദ്ധന്മാർക്ക് ഖിദ്മത്തെടുത്താൽ ആയുസ് നീളുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മാത്രമല്ല ഖിദ്മത്തെടുക്കാനുള്ളൊരു വഴിയും അവനിക്ക് അല്ലാഹു തആല കൊടുക്കുന്നതാണ്. അവനത് മാതാവും പിതാവും ആണെങ്കിലോ? മാതാവും പിതാവും ഒക്കെയാണെങ്കിൽ പിന്നെ അതിൻ്റെ മഹത്വം പറയേണ്ടതുണ്ടോ? പക്ഷേ നമുക്കൊന്ന് കുട്ടികൾക്ക് മാതാവിനും പിതാവിനെയും ഒക്കെ പുച്ഛമാണ്, വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. നമ്മൾ മനസ്സിലാക്കണം മക്കളെ. നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ യുവാക്കൾ, സുഹൃത്തുക്കൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. മാതാവിനെയും പിതാവിനെയും ഒരിക്കലും നമ്മൾ വിസ്മരിച്ചു പോകരുത്, മറന്നു പോകരുത്. അവരോടുള്ള കടമ വളരെ ഭാരിച്ചതായിരിക്കുന്ന കടമയാണ്. നമ്മളിങ്ങനെ മാന്യന്മാരായിട്ടൊന്ന് കഴിഞ്ഞുകൂടുന്നുവെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പെട്ടതായിരിക്കും നമ്മുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളുണ്ട് മക്കളെ. നമ്മൾ ഒരിക്കലും തന്നെ അത് മറന്നു പോകരുത്. പക്ഷേ ഇന്ന് നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരു ജാതി ഇമ്മാനുവൽ മൈൻഡാണ്. ഇമ്മാനുവൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാപ്പാനി ഇമ്മാനൊക്കെ ഇങ്ങനെ അത് പോരാ എന്നുള്ളൊരു തോന്നൽ. ഇപ്പോൾ സ്കൂൾക്കൊക്കെ പേരൻ്റ് മീറ്റിങ്ങിന് വരികയാണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ പറയും, വാപ്പാണ് നിങ്ങളൊന്നും വരണ്ട, കാക്ക വന്നാൽ മതി. ജ്യേഷ്ഠൻ വന്നാൽ ഓൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് കൊണ്ട് വരാൻ പറ്റിയത് ഓൻ്റെ കാക്ക എണീക്കാനും. വാപ്പ വരുമ്പോൾ വയസ്സനാണ്, പഴഞ്ചനാണ്, ഇതിൻ്റെ വാപ്പയാണെന്ന് ബാക്കിയുള്ളവരോട് പറയാൻ ഓന് മടിയാ. അങ്ങനെയുള്ള ചില കുട്ടികളുണ്ട്. അതിനാണ് ഇമ്മാനുവൽ മൈൻഡ് ഉള്ള കുട്ടികൾ എന്ന് പറയാം. അതിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രം, ഒരു സംഭവമുണ്ട്. ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽപ്പെട്ടതായിരിക്കുന്ന ഒരു അമ്മ തൻ്റെ മകനെങ്ങനെ വല്ലാതെ വളർത്തി ലാളിച്ച്, അച്ഛൻ നേരത്തെ മരിച്ചുപോയി. ഈ അമ്മ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ചുണ്ടാക്കിയിട്ടാണ് ഈ മകനെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നത്. കുറേ പഠിച്ചു, ഉയർന്ന് പഠിക്കാൻ വേണ്ടി വിദേശത്തേക്ക് അയച്ചു. ഈ അമ്മ ചുമടെടുത്തിട്ടാണ് പണം സമ്പാദിച്ചത്. അങ്ങനെ വിദേശത്തയച്ച് പഠിപ്പിച്ചു. ആ മകൻ നന്നായി പഠിച്ചു, ഒരു ഡോക്ടറായി വിദേശത്ത് തന്നെ പോയിട്ട് ജോലി ചെയ്യുകയാണ്. കഷ്ടപ്പെട്ട് വളർത്തിയതായിരിക്കുന്ന അമ്മയെ അവൻ മറന്നു പോവുകയാണ് പിന്നീട്. എന്നിട്ടതാ അവൻ അവന് കത്തയക്കുന്നു. അമ്മ ഒരു മറുപടിയില്ല, കത്ത് വായിക്കാൻ പിന്നെ അവന് സമയമില്ല, സൗകര്യമില്ല. അങ്ങനെ അമ്മയെ പാടെ മറന്നുപോയൊരവസ്ഥയിലേക്ക് അവൻ എത്തുകയാണ്. ഈ അമ്മയാണെങ്കിലോ നാട്ടിൽ കിടന്ന് രോഗമായി ആളുകളൊക്കെ കൂടി അവരുടെ പള്ളിയും മറ്റൊക്കെ ചേർന്നിട്ട് പൈസയൊക്കെ പിരിച്ചിട്ട് അമ്മക്ക് കുറേ ചികിത്സ കൊടുത്തു. എത്ര ചികിത്സിച്ചെങ്കിലും രോഗം മാറൂല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഇനി രോഗത്തിന് ഒറ്റ ചികിത്സയുള്ളൂ, വിദേശത്തേക്ക് അയച്ചിട്ട് അവിടെ ഓപ്പറേഷൻ ഉണ്ട്, ആ ഓപ്പറേഷൻ നടത്തണം. ആ ഓപ്പറേഷൻ വിദേശ രാജ്യത്തേ ഉള്ളൂ, അവിടെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തെങ്കിലേ രോഗം സുഖമാവുകയുള്ളൂ എന്നാ. പക്ഷേ അതിനൊരുപാട് പണം വേണം. പണം കണ്ടെത്താൻ പ്രയാസമൊന്നും ഉണ്ടായില്ല. അതിനൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി പണം സ്വരൂപിച്ചു. ഈ അമ്മയെ വിദേശത്തേക്ക് ഓപ്പറേഷന് വേണ്ടി അയച്ചു. ഒരുപാട് ഡോക്ടർമാരുടെ ശുപാർശ കത്തുകളുമൊക്കെ ആയിട്ട് വിദേശത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർമാർ പരിശോധിച്ചു, ഓപ്പറേഷൻ നിർബന്ധമാണെന്ന് തീരുമാനിച്ചു. അത് ഡേറ്റൊക്കെ നിശ്ചയിച്ചു, സമയം കണക്കാക്കി, അനസ്തേഷ്യ കൊടുത്തു. ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ് അമ്മയെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഡോക്ടർമാരുടെ സംഘമുണ്ട്, ചികിത്സിക്കാനും ഓപ്പറേഷൻ ചെയ്യാനുമൊക്കെ. ആ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായിരിക്കുന്ന ഡോക്ടറുണ്ട്. അയാൾ വന്നിട്ട് വേണം ഓപ്പറേഷൻ ചെയ്യാൻ. അതിൻ്റെ സമയമാകുമ്പോഴാണ് അയാൾ വരിക. അനസ്തേഷ്യ കൊടുത്ത് കിടത്തിയതായിരിക്കുന്ന രോഗിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട സമയമാകുമ്പോഴാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അങ്ങനെ തൻ്റെ കീഴിലുള്ള ജൂനിയർ ഡോക്ടർമാർ പോയിട്ട് ആ നേതാവായിരിക്കുന്ന ഡോക്ടറെ വിളിക്കുകയാണ്. സർ, ഓപ്പറേഷൻ്റെ സമയമായി. ഉടനെ അദ്ദേഹം തൻ്റെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരികയാ. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കിടത്തിയിരിക്കുന്ന അനസ്തേഷ്യ കൊടുത്തുകൊണ്ട് കിടത്തിയിരിക്കുന്ന ഈ സ്ത്രീയെ കാണുമ്പോൾ ഈ സ്ത്രീ ഈ കുട്ടിയുടെ ഈ ഡോക്ടറുടെ മുഖത്തേക്കൊന്ന് നോക്കുകയാ. നോക്കിയിട്ട് അമ്മ അറിയാതെ വിളിച്ചുപോയി, മോനെ. കാരണം ഇത് താൻ നൊന്ത് പ്രസവിച്ചതായിരിക്കുന്ന മകനാ. താൻ ചുമടെടുത്ത് പോറ്റി, ചുമടെടുത്ത് സമ്പാദിച്ച്
പഠിപ്പിച്ച് പോറ്റി വളർത്തി വിദേശത്തേക്ക് അയച്ചതായിരിക്കുന്ന മകനാണ്. കണ്ടിട്ട് ഒരുപാട് കാലമായി, കത്ത് കിട്ടിയിട്ട് ഒരുപാട് കാലമായി, ഫോൺ വിളിക്കുന്നില്ല, അറിയുന്നില്ല, യാതൊരു വിവരവുമില്ല. അവസാനം നാട്ടുകാരുടെ സഹായത്തോടു കൂടെ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നത് ഇവന്റെ മേശയിലാണ്, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മകൻ ഇങ്ങ് കടന്നു വന്നപ്പോൾ ആ അമ്മ അറിയാതെ വിളിച്ചുപോയി, മോനെ. ഇത് വിളിച്ചപ്പോൾ ഈ മകൻ അവിടെ തരിച്ചു നിൽക്കുകയാണ്. ഡോക്ടർ ഉടനെ തന്നെ അവൻ ഒന്നും മിണ്ടാതെ തിരിച്ചു പോവുകയാണ് തൻ്റെ റൂമിലേക്ക്. തിരിച്ചുപോയി തലയും താഴ്ത്തി അവിടെ ഇരിക്കുകയാണ്. അവന് നാണം കൊണ്ട് തലപൊക്കാൻ കഴിയുന്നില്ല. ഈ കിഴവിയായിരിക്കുന്ന സ്ത്രീ എൻ്റെ അമ്മയാണെന്ന് എൻ്റെ ജൂനിയർ ഡോക്ടർമാരൊക്കെ അറിഞ്ഞില്ലേ, എനിക്ക് വല്ലാത്ത നാണക്കേടായല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ തലയും താഴ്ത്തിരിക്കുകയാണ്. അവൻ്റെ ജൂനിയർ ഡോക്ടർമാർ വന്ന് വിളിച്ചു, സർ ഓപ്പറേഷൻ്റെ സമയമായി വരണം. അദ്ദേഹം എഴുന്നേൽക്കുന്നില്ല, തലയും താഴ്ത്തിരിക്കുകയാണ്. കുറേ സമയം അങ്ങനെ ഇരുന്നു പോയി. അവസാനം അവർ വന്നിട്ട് പറഞ്ഞു, സർ ഇനി ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, അവർ മരിച്ചു പോയിരിക്കുന്നു. നോക്കണം നിങ്ങൾ, ആ മനുഷ്യന്റെ പേരാണ് ഇമ്മാനുവൽ ജോസഫ്. ഇത്തരം മൈൻഡുള്ള കുട്ടികളെ അവന്റെ പേര് കൂട്ടിയിട്ടാ വിളിക്കുക, ഇമ്മാനുവൽ മൈൻഡുള്ള കുട്ടികളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മക്കളെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മാതാപിതാക്കള് നമ്മളെ എത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ട് പോറ്റി വളർത്തിയതാണ്. ഒരു മാതാവിൻ്റെ മകനോടുള്ളതായിരിക്കുന്ന വാത്സല്യം അതൊരിക്കലും പറഞ്ഞു തരാൻ, അളന്ന് കാണിക്കാൻ മക്കളെ സാധ്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ കുട്ടിയായിരുന്ന കാലത്ത് രാജ്യം വിട്ടുപോയി. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടായാൽ പണങ്ങിയിട്ട്, ഉമ്മാണ്ട് പണങ്ങിയിട്ട്, വാപ്പാനോട് പണങ്ങിയിട്ട് നാട് വിട്ടുപോകും. വൈക്കം മുഹമ്മദ് ബഷീർ നാട് വിട്ടുപോയി ഉമ്മാനോട് പണങ്ങിയിട്ട് കുറേ ദൂരെ പോയിട്ട് കുറേ കൂട്ടുകാരൊക്കെ സമ്പാദിച്ച് അവിടെ കയറി ജോലിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. എൻ്റെ കൂട്ടുകാർ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് പോകും. 2 ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നാട്ടിലേക്ക് പോകും. ഉമ്മാനെയും വാപ്പാനെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും. ബഷീർ പോണില്ല. ബഷീർ നാട്ടിലേക്ക് പോകുന്നതല്ല. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചോദിക്കും, നാട്ടിൽ പോണില്ലേ? ഇല്ല, ഞാൻ പോണില്ല. അങ്ങനെ ഒരുത്തൻ ചോദിച്ചു, എടാ നിനക്ക് ഉമ്മയല്ലേ എന്ന് ചോദിച്ചു. ആ ചോദ്യം ബഷീറിന്റെ മനസ്സിൽ തറച്ചു. ഉമ്മയില്ലേ എന്ന് ചോദിച്ച ആ ചോദ്യം മനസ്സിൽ തറച്ചു. ഏതായാലും ഉമ്മാനൊന്ന് കാണാൻ പോകാൻ വിചാരിച്ചു. കുറെ കാലങ്ങൾ കഴിഞ്ഞ് അങ്ങനെ ബഷീർ തൻ്റെ ഉമ്മാനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. ഫോൺ വിളിക്കാനുള്ള സൗകര്യമല്ല, കത്തയക്കാനുള്ള സൗകര്യമല്ല, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നാട്ടിലേക്ക് തിരിച്ചുപോയി ബഷീർ. അങ്ങനെ തൻ്റെ വീട് കണ്ടെത്തി. അർദ്ധരാത്രി സമയത്താണ് വീട്ടിലേക്ക് എത്തിയത്. 2 മണി സമയത്ത് വാതിൽ വന്നിട്ട് മുട്ടി. ഉമ്മ എന്ന് വിളിച്ചു. ആ കിഴവിയായിരിക്കുന്ന ബഷീറിന്റെ ഉമ്മ വീട്ടിൻ്റെ അകത്ത് നിന്ന് ആ വിളി കേട്ടു. ഉടനെ തന്നെ വന്നിട്ട് വാതിൽ തുറന്നു. ആ മകനെ കെട്ടിപ്പിടിച്ചു, ചുംബനങ്ങൾ കൊടുത്തു. മോനെ, നീ എവിടെയായിരുന്നു ഇത്രയും കാലം? ഈ ഉമ്മ എത്ര കാലമായി നിന്നെ കാത്തിരിക്കുന്നു. നിനക്ക് ഭക്ഷണം കഴിക്കണ്ട മോനെ, ഭക്ഷണം കഴിക്കൂ. ഉമ്മ വേഗം പോയിട്ട് അവിടെ വിളമ്പി വെച്ചതായിരിക്കുന്ന ഭക്ഷണം കൊണ്ടുവന്നിട്ട് അവൻ്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. ഈ ഭക്ഷണം തൻ്റെ മുമ്പിലെത്തിയപ്പോൾ ബഷീർ ചിന്തിച്ചു പോയി, വല്ലാതെ ചിന്തിച്ചു പോയി. ഉമ്മ, ആരാ നിങ്ങളോട് പറഞ്ഞത് ഞാൻ ഇന്ന് വരുമെന്ന്? എനിക്ക് നിങ്ങൾ എന്താണ് ഭക്ഷണം വിളമ്പി വെക്കാനുള്ള കാരണം? ഞാൻ പോയിട്ട് ഒരുപാട് കാലായില്ലേ, ഇന്ന് ഞാൻ വരുന്ന ആരാ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ ആരോടും പറഞ്ഞയച്ചിട്ടില്ലല്ലോ, കത്തയച്ചിട്ടില്ലല്ലോ, ഫോണ് വിളിച്ചിട്ടില്ലല്ലോ, പിന്നെന്താ നിങ്ങൾ എനിക്ക് ഭക്ഷണം വിളമ്പി വെക്കാനുണ്ടായ സാഹചര്യം? ആ ഉമ്മ പറഞ്ഞു, മോനെ, നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ദിവസം രാത്രിയായപ്പോൾ നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ വിളമ്പി വെച്ചു. ആ ഭക്ഷണം നീ വന്നതിൻ്റെ ശേഷം കഴിച്ചിട്ട് അതിൻ്റെ ബാക്കി എനിക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കിടന്നു. ഞാൻ ഉറങ്ങിപ്പോയി. നേരം വെളുക്കുന്നത് വരെ നീ വന്നില്ല മോനെ. ആ ഭക്ഷണം ഞാൻ രാവിലെ കഴിച്ചു. പിറ്റേന്നും നീ വരുമെന്ന് വിചാരിച്ച് ഞാൻ ഭക്ഷണം വിളമ്പി വെച്ച് കാത്തിരുന്നു മോനെ. ഉറങ്ങിപ്പോയി, നീ വന്നില്ല. അത് അന്ന് തുടങ്ങിയതാണ്. ഇന്നലത്തെ രാത്രിയും ഞാൻ അത് തന്നെയാണ് ചെയ്തത്. നീ വരുമ്പോൾ ഭക്ഷണം തരാൻ വേണ്ടി വിളമ്പി വെച്ചതാ. ആ ഭക്ഷണമാണ് നിനക്കിപ്പോൾ തന്നിരിക്കുന്നത്. നോക്കണം നിങ്ങൾ, കൊല്ലങ്ങൾ എത്രയായി എല്ലാ ദിവസവും ആ ഉമ്മ തനിക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി വെച്ച് കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ, യുവാക്കളെ, എല്ലാ മാതാക്കളും ഇങ്ങനെ തന്നെയാകട്ടോ. എല്ലാ ഉമ്മമാരും ഇങ്ങനെ തന്നെയാണ് മക്കളെ സ്നേഹിക്കുന്നത്. നമ്മളത് മറന്നു പോകരുത്. അവരോട് നമുക്ക് വലിയ ഭാരിച്ചതായിരിക്കുന്ന കടമയുണ്ട്, കടപ്പാടുണ്ട്. അത് നിറവേറ്റിയില്ലെങ്കിൽ പടച്ച റബ്ബ് നമ്മളെ വിടൂല കേട്ടോ. നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
മാതാപിതാക്കളുള്ള കടമ നമ്മൾ വേണ്ടതുപോലെ നിർവഹിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഒരുപാട് ഉയരത്തിലേക്ക് എത്താൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിങ്ങൾ കേട്ടിരിക്കുന്നു. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ഇത്ര വലിയ മഹാനാണ്. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ ആൾ പറഞ്ഞാൽ തീരൂല. അദ്ദേഹത്തെ പരിചയമില്ലാത്ത ഒരാൾ മുസ്ലിം ലോകത്തുണ്ടാകൂല. മഹാനായിരിക്കുന്ന ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ആ മഹത്തായ പദവിയിലേക്ക് എത്താനുണ്ടായ കാരണം തൻ്റെ മാതാവിൻ്റെ ഒരൊറ്റ ദുആയാണ്. ഇങ്ങനെ എത്ര ആളുകളാണ് മാതാവിൻ്റെ ദുആ കൊണ്ട് രക്ഷപ്പെട്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ഒരുപാട് അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകും. മഹാനായിരിക്കുന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള്, ലോകപ്രസിദ്ധമായിരിക്കുന്ന സഹീഹുൽ ബുഖാരിയുടെ രചയിതാവ്, പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്തായിരിക്കുന്ന ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തൻ്റെ മാതാവിൻ്റെ ദുആ ആണ് വലിയ സ്ഥാനത്തിലേക്ക് എത്താനുണ്ടായ കാരണം. തൻ്റെ കണ്ണിന് കാഴ്ചയില്ല, ആ കാഴ്ച തിരിച്ചു കിട്ടിയത് മാതാവിൻ്റെ ദുആ ആണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാവ് ദുആ ചെയ്യണ്ട, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഫലം കിട്ടുമെന്ന പരിശുദ്ധമായിരിക്കുന്ന ഖുർആനുണ്ടല്ലോ. മാതാപിതാക്കളോട് നമ്മൾ ഖിദ്മത്തെടുത്താൽ അല്ലാഹു തആല പറയുന്നത് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. വഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അല്ലാഹുവിനുള്ള കടമ ആദ്യം നിർവഹിക്കണം അല്ലാഹ് പറഞ്ഞു. രണ്ടാമതല്ല പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാ രണ്ടാമതായിട്ട് അല്ലാഹു തആല പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ, ഹദീസുകൾ, ചരിത്രങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുന്യവിയും മുഖറവിയുമായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉയർച്ചക്കും വളർച്ചക്കും കാരണം അവൻ്റെ മാതാപിതാക്കൾക്ക് ഖിദ്മത്തെടുക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കോ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഭവം വിവരിക്കുന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ. സൂറത്തുൽ ബഖറ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായിരിക്കുന്ന സൂറത്തുൽ ബഖറ. അൽ ബഖറ സൂറത്ത് എന്നാണ് അതിന് പറയുന്നത്. ബഖറ എന്ന് പറഞ്ഞാൽ, ബഖർ എന്ന് പറഞ്ഞാൽ പശുവാണ്. പശുവിനെ കുറിച്ചൊരു പരാമർശം അതിലുണ്ട്. അതുകൊണ്ടാണ് ആ പേര് ആ സൂറത്തിന് കൊടുക്കാനുള്ള കാരണം. എന്താണ് ഈ പശുവിനെ കുറിച്ചുള്ള പരാമർശം എന്നറിയുമോ? സൂറത്തുൽ ബഖറ നമ്മൾ പല പ്രാവശ്യം പാരായണം ചെയ്തതല്ലേ, അതിൻ്റെ ചരിത്രം നമുക്കറിയുമോ? പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ അല്ലാഹു തആല പറയുന്ന ഈ പശുവിൻ്റെ കഥ മഹാനായിരിക്കുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായ സംഭവമാണ്. വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ ഖാലൂ അതത്തഖിദുനാ ഹുസ്വാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് ഖാല മൂസാ ലിഖൗമിഹി, മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞതായിരിക്കുന്ന സന്ദർഭം സ്മരണീയമാണ്. എന്താണ് പറഞ്ഞത്? ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ. അല്ലാഹു നിങ്ങളോടൊരു പശുവിനെ അറുക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. എന്താണ് പശുവിനെ അറുക്കാൻ കൽപ്പിക്കേണ്ടതായിരിക്കുന്ന കാരണം? അതും കൂടി പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ. ബനു ഇസ്രായേലിൽ ഒരു കൊല നടന്നു എന്നുള്ളതാണ് സംഭവം. ഒരു കൊല നടന്നു ബനു ഇസ്രായേലിൽ. ഒരാൾ ഒരു മനുഷ്യനെ കൊന്നു എന്ന് മാത്രമല്ല, ആ കൊലയാളിയെ കിട്ടിയതുമില്ല. കൊലയാളിയെ കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണല്ലോ. ഈ കൊലയാളിയെ കിട്ടാൻ എന്താണ് വഴി? മൂസാ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിക്കുന്ന കാലല്ലേ. ആളുകൾ മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബി നിങ്ങളൊന്ന് ദ്വാരക്കുക അള്ളാഹുനോട് ദുആ ചെയ്യൂ, ഈ കൊലയാളി ആരാന്നൊന്ന് അറിയട്ടെ, നമുക്കവനെ ശിക്ഷിക്കാലോ. ഈ കൊലയാളിയെ കണ്ടുപിടിക്കാൻ വേറൊരു വഴിയും ഇവിടെയില്ല. ഇന്നത്തതുപോലെയുള്ള അന്വേഷണ പുരോഗതിയൊന്നും അന്നില്ലല്ലോ, പോലീസും പട്ടാളവും ഒന്നും. മൂസാ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിക്കുന്ന കാലം അള്ളാഹുനോട് ദ്വാരക്കാൻ പറഞ്ഞു. മൂസാ നബി ദുആ ചെയ്തു. മൂസാ നബി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അപ്പോൾ അള്ളാഹു തആല പറഞ്ഞതാണ് ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞു. ഇവിടെ ഒരു പശുവിനെ പോയിട്ട് അറുക്കാൻ പറയുന്നു പറഞ്ഞു. മൂസാ നബി അത് പറഞ്ഞു, അള്ളാഹ് ഇങ്ങോട്ട് പശുവിനെ അറുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഖാലൂ അതത്തഖിദുനാ ഹുസ്വാ, മൂസാ നബിയെ നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുക? ഒരു കൊലയാളിയെ കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരക്കാൻ പറഞ്ഞപ്പോൾ പശുവിനെ അറുക്കാൻ പറയുന്നത് എന്ത് വിഡ്ഢിത്താണ്? ഇത് തമ്മിൽ എന്താ ബന്ധമുള്ളത്? കൊലയാളിയും പശുവും തമ്മിൽ നിങ്ങളെ പരിഹസിക്കുകയാണോ? മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാല അഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ.
ഞാൻ വിഡ്ഢികളിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ തേടുന്നു. ജനങ്ങളെ പരിഹസിക്കുന്നത് വിഡ്ഢികളെ സ്വഭാവമാണ്. പരിഹസിക്കുന്ന വിചാരിക്കുക എന്തേക്കാരെന്നറിയോ, ഞാൻ വലിയ ആളാണെന്നേക്കാരം. പക്ഷെ അത് വിഡ്ഢിത്തരാണ്. ഒരാളെ നമ്മൾ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിഡ്ഢിയാണെന്ന് അതിനർത്ഥം. നമ്മൾ വലിയ ആളാണെന്ന് നമ്മൾ വിചാരിക്കുക മറ്റൊരുത്തരെ നമ്മൾ പരിഹസിക്കുമ്പോഴേ. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാം പറയുന്നു, ഖാല അഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ. പരിഹാസം എന്ന് പറയുന്നത് വിഡ്ഢികളെ സ്വഭാവമാണ്. ഞാൻ അതിൽ അകപ്പെട്ടു പോകുന്നതിനെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ തേടുന്നു. ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി. അപ്പോൾ ആളുകൾ പറഞ്ഞു, എന്നാ ശരി, പരിഹസിക്കുകയൊന്നുമല്ല, കാര്യം തന്നെയാണ് പറയുന്നത്. എങ്ങനത്തെ പശുവാണെന്നൊന്ന് വിശദീകരിക്കണം. നിങ്ങളൊന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഖാലു ഉദ്ഉ ലനാ, മൂസാ നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യ്. യുബയ്യിൻ ലനാ മാ ഹിയ, എങ്ങനത്തെ പശുവാണെന്ന് വിശദീകരിക്കട്ടെ. ആ പശുവിനെ പറ്റി ഒരു വിശദീകരണം തരട്ടെ അല്ലാഹു തആല. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ഫാരിളുൻ വലാ ബിക്റുൻ നവാനും ബൈന ദാലിക് ഫഫ്അലൂ മാ തുമറൂൻ. മൂസാ നബി അലൈഹി സ്വലാം രണ്ടാമതും ദുആ ചെയ്തു, പടച്ചോനെ ഇവരിതിനെ പറ്റി വിശദീകരണം ചോദിക്കുന്നുണ്ട്, ഒരു വിശദീകരണം പറഞ്ഞു കൊടുക്ക്. അപ്പോൾ അല്ലാഹു തആല വിശദീകരണം പറഞ്ഞു കൊടുത്തു. എന്താണ് വിശദീകരണം? ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിളുൻ വലാ ബിക്റുൻ അവാനും ബൈന ദാലിക്. ഇത് വളരെ പ്രായം കൂടിയ പശുവല്ല, നന്ന പ്രായം കുറഞ്ഞ പശുവുമല്ല, ഒരിടത്തരം പ്രായമുള്ളതായിരിക്കുന്ന പശുവാണ്. ആ പശുവിനെയാണ് അറുക്കേണ്ടത്. കൽപ്പിച്ച കാര്യം ചെയ്യണേ, മറന്നു പോകണ്ട. അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. ബനൂ ഇസ്രായേലിനോട് പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാം. അവർക്ക് പിന്നെയും സംശയമായി. അവർ വന്നിട്ട് മൂസാ നബിയോട് പറഞ്ഞു, ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗനുഹാ. മൂസാ നബിയെ ഒന്നും കൂടി അല്ലാഹുവോട് ദുആ ചെയ്യേ, അതിൻ്റെ നിറം എന്താണെന്ന് പറഞ്ഞു തരട്ടെ. പ്രായം കൂടിയ പശു, പ്രായം കുറഞ്ഞ പശുവല്ല, കൂടിയ പശുവല്ല, ഇടത്തരം പശുവാണ്. എന്നാൽ അതിൻ്റെ നിറം എന്താണ്, അതും കൂടി ഒന്ന് പറഞ്ഞു തരട്ടെ. അല്ലാഹുവിനോട് മൂസാ നബി അലൈഹി സ്വലാം വീണ്ടും ദുആ ചെയ്യുകയാണ്. ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗനുഹാ എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്യുന്നു. അല്ലാഹു ഉത്തരം കൊടുക്കുന്നു. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ സഫറാ ഫാഖിഉൻ ലൗനുഹാ തസുറുൻ നാളിരീൻ. ആ പശു എന്ന് പറയുന്നത് മഞ്ഞ വർണ്ണമുള്ള പശുവാണ്. നോക്കിയാൽ ആരെയും കണ്ണഞ്ചിപ്പിക്കുന്ന കളറാണ് അതിനുള്ളത്. ഒരിക്കലും മഞ്ഞ കളറല്ലാത്ത മറ്റൊരു കളറും അതിനിക്കില്ല. എവിടെയും ഒരു പുള്ളിയില്ല. പൂർണ്ണമായും മഞ്ഞ നിറമുള്ള, നോക്കുന്നവനെ കണ്ണഞ്ചിപ്പിക്കുന്ന നിറമുള്ള ഒരു പശുവാണത്. ആ പശുവിനെ വാങ്ങിയിട്ട് അറുക്കണം. ഇതാണ് മൂസാ നബി അലൈഹി സ്വലാം പിന്നീട് പറയുന്നത്. ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി ഇന്നൽ ബഖറ തശാബഹ അലൈനാ. മൂസാ നബിയെ ഞങ്ങൾ പാകെ കുഴങ്ങിയിട്ടുണ്ട്. നേരത്തെ ഒരു പശുവിനെ അറുത്താൽ മതി എന്നാണ് അല്ലാഹ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ച് അറുത്താൽ മതിയായിരുന്നു. ഓരിങ്ങനെ ചോദിച്ചു, അല്ലാഹ് ഇങ്ങനെ വിശദീകരണം പറഞ്ഞു കൊടുത്തു. ഇപ്പൊ പശു കിട്ടാത്തൊരു മുതലായി മാറി. ഈ പറഞ്ഞ വിശേഷങ്ങളൊക്കെ ഒത്ത പശു വേണമല്ലോ. ആ പശുവിനെ എവിടുന്നാ കിട്ടുക? അപ്പോൾ കുഴങ്ങിയെപ്പോലെ പറഞ്ഞു, പടച്ചോനെ ഞങ്ങൾ കുഴങ്ങിയിട്ടുണ്ട് മൂസാ നബിയെ. ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി ഇന്നൽ ബഖറ തശാബഹ അലൈനാ വ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂട്ടിയിട്ട് പറഞ്ഞു, അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിർവഹിക്കെത്തും. ആ പശുവിനെ പറ്റി നല്ലൊരു വിശദീകരണം തരട്ടെ. അപ്പോൾ അല്ലാഹു തആല വീണ്ടും വിശദീകരിച്ചു കൊടുത്തു. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ദലൂലുൻ തുസീറുൽ അർള വലാ തസ്കിൽ അർസ മുസല്ലമത്തുൽ ലാ ശിയത ഫീഹാ. ആ പശുവിൻ്റെ വിശേഷണം, അത് നിലം ഉഴുതുമറിക്കാൻ ഉപയോഗിച്ച പശുവല്ല, വെള്ളം കോരാൻ ഉപയോഗിച്ച പശുവല്ല, ജോലി ചെയ്യിപ്പിക്കാൻ ഉപയോഗിച്ച പശുവൊന്നുമല്ല. അങ്ങനത്തെ ഒരു പശുവിനെയാണ് അറുക്കേണ്ടത്. മഞ്ഞ വർണ്ണമാണ് അതിനുള്ളത്. കൂടുതൽ പ്രായമില്ല, നന്ന പ്രായം കുറവുമില്ല. ഇങ്ങനെ കൃത്യമായ വിശദീകരണം കൊടുത്തു. ആ പശുവിനെ നിങ്ങൾ പിടിച്ചറുക്കണം. ഇൻഷാ അല്ലാഹ് പറഞ്ഞപ്പോൾ അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ കണ്ടെത്തുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇവിടെ ഇൻഷാ അല്ലാഹ് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഈ പശു അവർക്ക് കിട്ടാക്കനിയായി മാറുമായിരുന്നു. അങ്ങനെ ആ പശുവിനെ തേടി പിടിച്ചിറങ്ങി. ഇത് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. എന്നാൽ തഫ്സീറിൽ അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നുണ്ട്. എന്താണല്ലേ, ഒരു മഹാനായിരിക്കുന്ന വലിയുണ്ടായിരുന്നൊരു പ്രദേശത്ത്
ആ മഹാനായിരിക്കുന്ന വലിയനിക്കൊരു ഭാര്യയും ഒരു മകനും ഉണ്ടായിരുന്നു. ഈ മകനാണെങ്കിലോ ചെറിയതായിരിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടി ചെറിയതാകുമ്പോൾ ഈ വൃദ്ധനായിരിക്കുന്ന വലിയ മരിക്കാനടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്ന ഒരു പശുവാ, ഒരു പശുക്കുട്ടി. ആ പശുക്കുട്ടിനെ അദ്ദേഹം കൊണ്ടുപോയിട്ട് കാട്ടിലിളക്കി. എന്നിട്ട് തിരിച്ചു വന്നു ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ പശുവിനെ ഞാൻ കാട്ടിൽ കൊണ്ടുപോയി ഇളക്കിയിട്ടുണ്ട്. നമ്മുടെ കുട്ടി വലുതായി വരുമ്പോൾ ആ കുട്ടിനോട് പറയണം, ഈ കാട്ടിൽ പോയിട്ട് ആ പശുവിനെ തേടിപ്പിടിച്ച് കൊണ്ടുവരാൻ പറയണം. കാട്ടിൽ പോയിട്ട് പശുവിനെ കണ്ടെത്തി അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളെയൊക്കെ തവസ്സുലാക്കിയിട്ട് വിളിച്ചാൽ ആ പശു അവൻ്റെ കൂടെ വരും. ഇന്നിപ്പോൾ തവസ്സുലും ഇസ്തിഗാസൊക്കെ ആൾക്കാർക്ക് കുറച്ചൊക്കെ ഒരു പുച്ഛമായി വരുന്നുണ്ട്. അതുകൊണ്ടപ്പോൾ ഉറൂസിൻ്റെ വേദനയൊക്കെ ആൾക്കാർ കുറവ് എന്ന് തോന്നുന്നുണ്ട്. അള്ളാഹു കാക്കട്ടെ. ഇതൊക്കെ പണ്ടേ നടക്കുന്ന കാര്യമാണ്. മഹാന്മാരെ തവസ്സുലാക്കിയിട്ട് വിളിച്ചാൽ ഈ പശു കൂടങ്ങോട്ട് വരും എന്നാ പറഞ്ഞത്. അങ്ങനെ ഈ കുട്ടിയെ, ഈ വലിയ മരിച്ചുപോയതിൻ്റെ ശേഷം ഈ കുട്ടിയെ ഉമ്മ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു. ഈ കുട്ടി വലുതായി ഒരു ബാല്യക്കാരനായി. ഈ കുട്ടി പിന്നെ ഉമ്മാട് പറഞ്ഞു, നിങ്ങൾ പണിയൊന്നും എടുക്കണ്ട. എന്താ ചെയ്യുക കുട്ടി എന്നറിയോ? ഈ കുട്ടി രാത്രിയെ 3 ഭാഗിക്കും, പകലിനെയും 3 ഭാഗിക്കും. എന്ന് പറഞ്ഞാൽ പകൽ പോയിട്ട് അധ്വാനിക്കും, ജോലി ചെയ്യും. അതിന് കിട്ടുന്ന ശമ്പളം, ഒരു ദിവസത്തെ കൂലി, അത് 3 ഭാഗിക്കും. ഒന്ന് ഉമ്മാക്ക് കൊടുക്കും, ഒരു ഭാഗം തൻ്റെ ചെലവിന് വേണ്ടി എടുക്കും, 3-ാമത്തെ ഭാഗം പാവങ്ങൾക്ക് ദാനം ചെയ്യും. അങ്ങനെ പകലിലെ അധ്വാനം 3 ഭാഗിച്ച് തനിക്കും പാവങ്ങൾക്കും ഉമ്മാക്കുമായി വിധിക്കും. രാത്രിയെയും 3 ഭാഗിക്കും. എന്നിട്ടോ ഒരു ഭാഗം ഉമ്മാക്ക് ഹിദ്മത്തെടുക്കും, 2-ാമത്തെ ഭാഗം റബ്ബിനെ ഇബാദത്ത് ചെയ്യും, 3-ാമത്തെ ഭാഗം തൻ്റെ വിശ്രമത്തിന് വേണ്ടി ഉറങ്ങും. ഇങ്ങനെ രാത്രിയെ 3 ഭാഗിക്കും, പകലിൻ്റെ അധ്വാനത്തെയും 3 ഭാഗിക്കും. ഇങ്ങനെ ഈ കുട്ടി ഇങ്ങനെ വളർന്നു വന്നു. ഒരിക്കലും ഉമ്മ പറഞ്ഞു മോനോട്, മോനെ നിന്റെ വാപ്പൊരു നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. ആ വാപ്പൊരു കാര്യം ചെയ്തിട്ടുണ്ട്. നമുക്കുണ്ടായിരുന്നൊരു പശുക്കുട്ടിനെ ഈ മലയിൽ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട്. നിന്നോടതിനെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുകയാണ്. നീ ഒന്ന് കാട്ടിൽ പോയി നോക്ക്, ആ പശുവിനെ കാണാൻ കഴിയുമോ? ആ പശുവിനെ കണ്ടാൽ മഹാന്മാരായ ആളുകളെ തപസ്സുലാക്കിയിട്ട് വിളിച്ചാൽ ആ പശു നിന്റെ കൂടെ വരുമെന്ന് വാപ്പ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പോയി നോക്കിയിട്ട് കണ്ടെത്തിയാൽ വിളിച്ചു കൊണ്ടുവാ. ഈ മകൻ ഉമ്മ പറഞ്ഞതല്ലേ, ഉമ്മ എന്ത് പറഞ്ഞാലും അതനുസരിക്കുക എന്നുള്ളതാണ് മകൻ്റെ നിലപാട്. അങ്ങനെ ഏതാ ഈ കുട്ടി മലയിലേക്ക് പോയി. കുറേ നടന്നപ്പോൾ ഒരു പശുവിനെ കണ്ടു. നോക്കുമ്പോൾ തന്നെ ആയിരിക്കും എൻ്റെ വാപ്പ കൊണ്ടുവന്ന് വിട്ട പശു എന്ന് മനസ്സിലാക്കി. ഒന്ന് വിളിച്ചു നോക്കാം. ഉമ്മ പറഞ്ഞതുപോലെ ആ പശുവിനെ വിളിച്ചപ്പോൾ ഒരനുസരണയുള്ള കുട്ടിയെപ്പോലെ ആ പശു ഇവൻ്റെ പിന്നാലെങ്ങനെ വരിക. ഈ കുട്ടി മുന്നിലും പശു പിന്നിലുമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഈ പശു തന്നെ കുട്ടിയോട് സംസാരിക്കുകയാണ്. ആ പശു മനുഷ്യൻ്റെ ഭാഷയിൽ, മോനെ നീ നടക്കണ്ട, എൻ്റെ പുറത്ത് കയറിക്കോ, ഞാൻ നിന്നെ ചുമന്നുകൊണ്ട് നടന്നോളാം. ആ കുട്ടി അവിടെ ഇങ്ങനെ നിന്നു. എന്നിട്ട് ചിന്തിച്ചു, ഞാൻ എന്താ ഇപ്പം കേൾക്കുന്നത്? ഈ പശു എന്നോട് സംസാരിക്കുകയാണ്, അതിൻ്റെ പുറത്ത് കയറാൻ വേണ്ടി പറയാൻ. എൻ്റെ ഉമ്മ എന്ത് എന്നോട് പറഞ്ഞത്? ആ പശുവിനെ വിളിച്ചു കൊണ്ടുവരാനാണ്, അതിൻ്റെ പുറത്ത് കയറി വരാനല്ല പറഞ്ഞത്. പശുവിനോട് പറഞ്ഞു, പശു ഞാൻ നിന്നെ പുറത്ത് കയറൂല, എൻ്റെ ഉമ്മ നിന്നെ വിളിച്ചു കൊണ്ടുവരാനാ പറഞ്ഞത്, നിന്റെ പുറത്ത് കയറാൻ എൻ്റെ ഉമ്മ പറഞ്ഞിട്ടില്ല. ഉമ്മ പറഞ്ഞത് അപ്പോഴാണ് അനുസരിക്കുക. അങ്ങനെ ആ പശു നടത്തിക്കൊണ്ടുവന്നു ഉമ്മാൻ്റെ മുമ്പിലെത്തിച്ചു. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ പശുവിനെ കെട്ടി. ആ എന്താണ് വർത്താനം? ഈ പശു എന്നോട് സംസാരിച്ചുമ്മ, അതിൻ്റെ പുറത്ത് കയറാൻ പറഞ്ഞു, പക്ഷേ ഞാൻ കയറിയില്ല. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ പുറത്ത് കയറാൻ. ഉമ്മ പറഞ്ഞു, മോനെ നന്നായി, അതിൻ്റെ പുറത്ത് കയറിക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്കത് കിട്ടാതെ വന്നേക്കാം, പുറത്ത് കയറാതിരുന്ന് നന്നായി. അങ്ങനെ ആ പശുവിനെ വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഉമ്മ പറഞ്ഞു, മോനെ ഈ പശുവിനെ നമ്മൾ എന്താ ചെയ്യുക? ഉമ്മ പറയും പോലെ ചെയ്യാം. എന്നാൽ നീ അതിനെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റേക്ക്, നമുക്ക് കാശ് ഉപയോഗിക്കാലോ, പോറ്റാൻ നമുക്ക് പണിയാണ്, നീ കൊണ്ടുപോയിട്ട് വിൽക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം കാലിച്ചന്തയിലേക്ക് ഈ ബാല്യക്കാരൻ ഈ പശുവിനെ കയറും പിടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരു വൃദ്ധനായിരിക്കുന്നൊരു മനുഷ്യൻ, ആ വൃദ്ധനായിരിക്കുന്നൊരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു ഈ കുട്ടിയോട്, കുട്ടി ഈ പശുവിനെ കൊണ്ട് എവിടുക്കാൻ പോകുന്നത്? ഞാൻ ചന്തക്ക് പോവാണ്. എന്തിനാ ഈ പശുവിനെ വിൽക്കാനാ? എന്നാ എനിക്ക് വിറ്റോ. ഉമ്മാണ് ചോദിച്ചു, ഉമ്മ ഞാൻ എത്രക്കായി പശുവിനെ വിൽക്കേണ്ടത് എന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു, 3 ദിർഹം കിട്ടിയാൽ വിറ്റോന്നാ പറഞ്ഞിരുന്നത്. 3 ദിർഹമിന് ഈ പശുവിനെ വിൽക്കാനാ ഉമ്മ പറഞ്ഞിരുന്നത്. വഴിയിൽ വെച്ച് ചന്തയ്ക്കെത്തുന്നതിന് മുമ്പ് ഒരു വൃദ്ധനായിരിക്കുന്ന മനുഷ്യനെ കണ്ടു. ആൾ പറഞ്ഞു,
ഈ പശുവിനെ വിൽക്കുമോ? എനിക്ക് ആവശ്യമുണ്ട്. ആ വിൽക്കാം. എന്താ തരേണ്ടത്? 3 ദിർഹം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞു 3 ദിർഹം തരണം. ഈ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു 3 ദിർഹമിന് എനിക്ക് വേണ്ട, ഞാൻ 6 ദിർഹം തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞത് വേണ്ട, എൻ്റെ ഉമ്മ 3 ദിർഹമിന് വിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, എനിക്കത് മതി, അതെനിക്ക് വേണ്ട, 6നാണെങ്കിൽ ഞാൻ വാങ്ങിക്കോളാം. കൂട്ടിയിട്ടാണ് പറയണത് വാങ്ങുന്ന ആളെ. അങ്ങനെ കച്ചവടം നടന്നില്ല. ഈ കുട്ടി പശുവിനെയും കൊണ്ട് തിരിച്ചു പോന്നു. നമ്മളെ കുട്ടികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഉമ്മാക്ക് പശുവിൻ്റെ മാർക്കറ്റ് അറിയോ? 6 ദിർഹം കച്ചവടക്കാർ പറയുന്നത് 3 ദിർഹമിന് വിൽക്കാനാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. 6 ദിർഹമിന് വിറ്റിട്ട് 3 ദിർഹം ഉമ്മാക്ക് കൊടുത്തിട്ട് ബാക്കി 3 ദിർഹം കൊണ്ട് നമ്മളെ മൊബൈൽ ചാർജ് ചെയ്യും, റീചാർജ് ചെയ്യും നമ്മളെ കുട്ടികളെ, അല്ലേ? പക്ഷേ ഈ കുട്ടി ഉമ്മാനനുസരിക്കുന്ന കുട്ടിയാണ്. 3 വിൽക്കുള്ളൂ എന്ന് പറഞ്ഞു, ശാഠ്യം പിടിച്ചു, തിരിച്ചു കൊണ്ടുവന്നു. ഉമ്മാണ്ട് പറഞ്ഞു, ഉമ്മ ഒരു മനുഷ്യന് 6 ദിർഹം പറഞ്ഞു, നിങ്ങൾ എന്നോട് 3 വിൽക്കാനല്ലേ പറഞ്ഞത്? കച്ചവടം നടന്നില്ല, ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. പിറ്റേ ദിവസം ഉമ്മ പറഞ്ഞു, മോനെ പശുവിനെയും കൊണ്ട് പോന്ന് 6 വിട്ടള. അന്ന് ഈ കുട്ടി പശുവിനെയും കൊണ്ടുപോയി വഴിയിൽ വെച്ച് ഈ മനുഷ്യനെ വീണ്ടും കാണുകയാണ്. അപ്പോൾ ആൾ ചോദിച്ചു, പശുവിനെ കൊടുക്കാൻ തന്നെയാണോ? അതെ. എന്താ തരേണ്ടത്? 6 ദിർഹം നിങ്ങൾ ഇന്നലെ പറഞ്ഞതല്ലേ. ഇന്നെനിക്ക് 6 ദിർഹമിന് വേണ്ട, ഞാൻ ഇന്നലെ 6 ദിർഹം പറഞ്ഞു, ഇന്നൊരു ഈസ്ത വളർച്ചയും കൂടി ആയില്ലേ, ഇനി ഞാൻ 12 തരാറുണ്ട്. കുട്ടി പറഞ്ഞു പറ്റൂല, അമ്മ 6 വിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കച്ചവടം അന്നും നടന്നില്ല, തിരിച്ചു പോന്നു. വീട്ടിലെത്തിയിട്ട് ഉമ്മയുടെ കാര്യം പറഞ്ഞു. ഉമ്മ പറഞ്ഞു, മോനെ ഇത് നമ്മളല്ല പരീക്ഷിക്കുകയാണ്. ആ മനുഷ്യൻ ഏതോ ഒരു വലിയായിരിക്കാം, ചിലപ്പോൾ നിന്റെ വാപ്പന്നെ ആയിരിക്കാം, അങ്ങനെ ഉണ്ട് ചിലപ്പോൾ. കോയപ്പാപ്പാണ്ട് ഒരാളുടെ നമ്മൾ വേങ്ങര ഭാഗത്ത് കോയപ്പാപ്പാനെ കണ്ടിട്ടുണ്ടാവും പലരും. കോയപ്പാപ്പാൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അയാളെ വാപ്പാൻ്റെ പേര് മുഹമ്മദ്. അയാളെ വാപ്പയായിരിക്കുന്ന മുഹമ്മദ് സ്വാലിയായ മനുഷ്യനെ. അങ്ങനെ കോയപ്പാപ്പാൻ്റെ വാപ്പയാകുന്ന മുഹമ്മദ് ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടായില്ല, എന്നാണ്, വിവാഹം കഴിച്ചിട്ടുണ്ടായില്ല. അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ വിവാഹം കഴിക്കാത്തൊരു പെണ്ണുണ്ടായിരുന്നു ഒരു വീട്ടിൽ. ആ വീട്ടിൻ്റെ മുമ്പിലെത്തിയ മുമ്പിൽ ഇങ്ങനെ ഒന്ന് നോക്കി ആ വീട്ടിലേക്ക്. അപ്പോൾ എന്താ ഇപ്പോൾ ഒരാളിങ്ങനെ നോക്കണം വിചാരിച്ചിട്ട് ആ പെണ്ണ് അവിടെ നിന്ന് ഇങ്ങനെ നോക്കി, കല്യാണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പെണ്ണിനെ കെട്ടി. ഒരു ദിവസം ആ പെണ്ണുമായി ഒരുമിച്ച് ജീവിച്ചു. ഒരു ദിവസം ഒരുമിച്ച് ജീവിച്ചു. പിന്നെ മൂപ്പര് പോയിട്ട് ഡ്രസ്സുമില്ല. അപ്പോൾ ആ ഒരു ദിവസത്തിൽ ഈ പെണ്ണിനക്ക് ഗർഭം ധരിക്കുകയും ചെയ്തു. പോകുമ്പോൾ ആൾ പറഞ്ഞു, കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ മുഹമ്മദ് എന്ന് പേരിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് പേര് വിളിക്കാൻ വേണ്ടി ഇയാൾ പോയി. ഇവൾക്ക് ഗർഭം ധരിച്ച് പ്രസവിച്ചു, ആൺകുട്ടിയാണ്, മുഹമ്മദ് കുട്ടി എന്ന് പേരിട്ടു. മുഹമ്മദ് കുട്ടി എന്ന് പേരിട്ട് ഈ കുട്ടി ഇങ്ങനെ അങ്ങാടിയിൽ കൂടെ ഇറങ്ങി നടക്കാനായപ്പോൾ ഒരിക്കലും ഒരു വൃദ്ധൻ കണ്ടു. ഈ കുട്ടിയെ വിളിച്ചു, മോനെ വാ. വന്നു. എന്താ എൻ്റെ പേര്? എൻ്റെ പേര് മുഹമ്മദ് കുട്ടിയാണ്. കുട്ടിയൊന്നും വേണ്ട, മുഹമ്മദ് മതി, അത്രേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. കുട്ടി പോയിട്ട് ഉമ്മാണ്ട് പറഞ്ഞു, ഉമ്മ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എന്നോട് ഒരാൾ പേര് ചോദിച്ചു, ഞാൻ മുഹമ്മദ് കുട്ടിയാന്ന് പറഞ്ഞപ്പോൾ കുട്ടി വേണ്ടാന്ന് പറഞ്ഞു, അത്രേ പറഞ്ഞിട്ടുള്ളൂ എന്നൊരാൾ പറഞ്ഞു. മോനെ ആ മനുഷ്യൻ്റെ രൂപം എന്താ, പ്രകൃതി എങ്ങനെയാണ്, അതൊക്കെ വിരിച്ചു കൊടുത്തു. അതിൻ്റെ വാപ്പന്നെയാണ് എന്ന് പറഞ്ഞു. എൻ്റെ വാപ്പന്നെയാണ് ആ പറഞ്ഞത്. അങ്ങനെ കുട്ടി വെട്ടിയ, അങ്ങനെ കോയപ്പാപ്പൻ്റെ ചരിത്രത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ കുട്ടി പശുവിനെ വിൽക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ദിവസം 3 പറഞ്ഞപ്പോൾ 6 പറഞ്ഞു, 6 പറഞ്ഞപ്പോൾ 12 പറഞ്ഞു. ഉമ്മ പറഞ്ഞു, പടച്ചോനെ കുട്ടിയെ നമ്മളിത് പരീക്ഷിക്കുകയാണ് അല്ലാഹു തആല. ഈ പോയിട്ട് ആ മനുഷ്യരോട് ചോദിക്കും, ഞാൻ ഈ പശുവിനെ വിൽക്കണോ വേണ്ടേ? വിൽക്കുകയാണെങ്കിൽ എപ്പോഴാണ് വിൽക്കേണ്ടത്, എത്രക്കാണ് വിൽക്കേണ്ടത്? നിങ്ങൾ പറയും പോലെ ചെയ്യാനാണ് എൻ്റെ ഉമ്മ പറഞ്ഞിരിക്കണമെന്ന് പറയാം. അങ്ങനെ 3ാമത്തെ ദിവസം ഈ പശുവില്ലാതെ കുട്ടി പോയി മാർക്കറ്റിലേക്ക്. ഈ വൃദ്ധനെ കണ്ടുമുട്ടിയിട്ട് ചോദിച്ചു, അല്ല ഞാൻ ആ പശുവിനെ വിൽക്കണോ വേണ്ടയാ? വിൽക്കുന്നുവെങ്കിൽ എത്രക്കാണ് വിൽക്കേണ്ടത്? നിങ്ങൾ പറയും പോലെ വിൽക്കാനാണ് ഉമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ മനുഷ്യൻ പറഞ്ഞു, വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, മോനെ ഈ പശുവിനെ നീ ഇപ്പം വിൽക്കണ്ട, നീ ഇതിനെ വിൽക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോവുകയും വേണ്ട. ഈ പശുവിനെയും അന്വേഷിച്ച് നിൻ്റെ വീട്ടിലൊരിക്കലും ഒരു കൂട്ടം ആൾക്കാർ വരുമ്പോൾ നീ അതിനെ വിറ്റാൽ മതി. എത്രക്കാ വിൽക്കേണ്ടത്, എത്രക്കാ വിൽക്കേണ്ടതെന്നല്ലേ? ഈ പശുവിനെ അറുത്തിട്ട് തോല് പൊളിച്ചിട്ട് ആ തോലിൽ കൊള്ളാവുന്ന അത്രയും സ്വർണത്തിന് വിറ്റോ. ഒരു പശുവിനെ അറുത്തിട്ടേ അതിൻ്റെ തോല് പൊളിച്ചിട്ട് അതിൽ നിറക്കാവുന്ന അത്ര സ്വർണം അതിന് വിറ്റാൽ മതി എന്നാ പറഞ്ഞത്. കുട്ടി പശുവിനെ കൊണ്ട് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് പശുവിനെ പോറ്റി ഉമ്മാണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ആകുമ്പോഴാണ് ബനൂ ഇസ്രായേൽ കൊല നടക്കുന്നത്. നമ്മൾ പറഞ്ഞ കൊല നടക്കുന്നത് ഈ പശുവിനെയും അന്വേഷിച്ച ആൾക്കാർ നടക്കുകയാണ്. ഇങ്ങനത്തെ ഒരു പശു എവിടെ നോക്കുമ്പോൾ ഈ പശുവിനാ പറഞ്ഞ എല്ലാ വസ്തുക്കളും ഉണ്ട്, അതേ നിറമാണ്, അതിൻ്റെ പുറത്ത് ഈ കുട്ടി പോലും ഒന്ന് കയറി സഞ്ചരിച്ചിട്ടില്ല.
യാതൊരു ജോലിയും ചെയ്യിപ്പിക്കാത്ത പശുവാണ്. നിലം ഉഴുതുമറിച്ചിട്ടില്ല, വെള്ളം കോരാൻ ഉപയോഗിച്ചിട്ടില്ല, സവാരിക്ക് ഉപയോഗിച്ചിട്ടില്ല. സുന്ദരമായ പശുവാണ്, കണ്ണഞ്ചിക്കുന്ന നിറമാണ്. ഈ പശുവിനെ കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് ബോധ്യമായി. തന്നെയാണ് നമ്മോട് പറഞ്ഞ പശു. മോനെ, ഈ പശുവിനെ വിൽക്കുമോ? വിൽക്കാം. എത്രയാ വില തരേണ്ടത്? നല്ല വില തരണം, വെറുതെ തരൂല. എത്ര വില വേണമെങ്കിലും തരാ, ഞങ്ങൾക്ക് ഈ പശുവിനെ കിട്ടിയാൽ മതി. കാരണം ഒരു കൊല നടന്നിരിക്കുക. ആ മയ്യത്ത് മറവ് ചെയ്തിട്ടില്ല, അവിടെ തന്നെ കിടക്കുകയാണ് മയ്യത്ത്. കൊലയാളിയെ കിട്ടാതെ മയ്യത്ത് മറവ് ചെയ്യാൻ പറ്റൂല എന്നാ. അങ്ങനെ ചില കൊലകൾ അങ്ങനെയാണല്ലോ. നമ്മളെ CM ഉസ്താദ് വഫാത്തായി, കൊലയാളിയെ കിട്ടിയിട്ടില്ല. എത്ര കേസുകൾ നടക്കുന്നു. ഇങ്ങനെയുണ്ട് ചില കൊലകൾ. ആ കൊലകൾ തെളിയിക്കാൻ വേണ്ടി എത്ര കോടിയും ചെലവാക്കും, ഗവൺമെന്റ് ചെലവാക്കും. അങ്ങനെയല്ലേ? അപ്പോൾ ഈ കുട്ടി ഈ പശുവിനെ വിൽക്കാൻ വേണ്ടി പോവുകയാണ്, വില പറയാൻ പോവുകയാണ്. എത്രയാ കിട്ടേണ്ടത്? ഈ പശുവിനെ അറുത്തിട്ട് തോല് പൊളിച്ചിട്ട് ആ തോലിൽ കൊള്ളാവുന്ന അത്ര സ്വർണം കിട്ടണം. ശരി, എന്നാലും വേണ്ടില്ല, ഞങ്ങൾക്ക് പശുവിനെ വേണം. അത്രയും സ്വർണത്തിന് ആ പശുവിനെ അവർ വാങ്ങി. നോക്കണേ മക്കളെ, ഉമ്മാക്കും വാപ്പാക്കും ഹിദമത്തെടുത്തതിന് ഫലമായിട്ട് അള്ളാഹു തആല ദുനിയാവിൽ കൊടുത്തതാണ് ഈ മകനത്. ആഖിറത്തിലേക്കല്ല, ദുനിയാവിലേക്ക് തന്നെ കൊടുത്തതാണ്. ഒരു പശുവിൻ്റെ തോല് പൊളിച്ചിട്ട് അതിൽ മുഴുവനും നിറക്കാവുന്ന അത്രയും സ്വർണം. എങ്ങനെ കുട്ടി ഉമ്മാനെ പരിപാലിച്ചത് ഞാൻ പറഞ്ഞു നേരത്തെ. രാത്രിയെ 3 ഭാഗിക്കും, പകലിനെ 3 ഭാഗിക്കും. രാത്രിയുടെയും പകുതിയുടെയും 1/3 ഉമ്മാക്കാണ്. രാത്രി ഖിദ്മത്തിനാണ്, പകൽ ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കാനാണ്. അങ്ങനെ ഉമ്മാക്ക് ഖിദ്മത്തെടുത്തപ്പോൾ ഈ മനുഷ്യർക്ക് അല്ലാഹു തആല ദുനിയാവിൽ തന്നെ കൊടുത്തതായിരിക്കുന്ന സൗഭാഗ്യമാണ്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട്. മഹാനായിരിക്കുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് സമയത്ത് യമനിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അവരെ പ്രത്യേകം പരിഗണിക്കുമായിരുന്നു. പോൽ യമനിൽ നിന്ന് വരുന്ന എല്ലാവരെയും ഉമർ റളിയല്ലാഹു തആല അൻഹു വല്ലാതെ പരിഗണിക്കും. കാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇദാ അതാ അലൈഹി അംദാദു അഹ്ലിൽ യമൻ സഅലഹും അഫീകും ഉവൈസ് ഇബ്നു ആമിർ. ഉമർ റളിയല്ലാഹു തആല അൻഹു യമനിൽ നിന്ന് ആര് വന്നാലും അവരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരും, അവർക്ക് നല്ല സൽക്കാരം കൊടുക്കും. അവരോട് ചോദിക്കും, നിങ്ങളെ കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ എന്ന് പേരുള്ള ഒരാളുണ്ടോ? എല്ലാവരോടും ചോദിക്കും. ഒരു ദിവസം ഒരു സംഘം ആളുകൾ വന്നു, അവരോടും പതിപോലെ സൽക്കാരമൊക്കെ കൊടുത്തിട്ട് ഉമർ എന്നവർ ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, അതെ, ഞങ്ങളെ കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ ഉമർ എന്നവർ ചോദിച്ചു, മിൻ മുറാദിൻ സുമ്മ മിൻ ഖറനിൻ, മുറാദ് ഖറൻ കബീലയിൽപ്പെട്ടയാളാണോ അദ്ദേഹം? അവർ പറഞ്ഞു, നഅം, അതെ, മുറാദ് ഖറൻ കബീലയിൽപ്പെട്ടയാളാണ്. ആരാണത്? ഇത് തന്നെയാണ് ഉവൈസ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ സ്വകാര്യത്തിൽ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല മോനെ, ഹല്ലക ബർസുൻ, നിനക്ക് ബർസ് രോഗമുണ്ടായിരുന്നോ, വെള്ളപ്പാണ്ടുണ്ടായിരുന്നോ? എന്നിട്ട് പിന്നെ അത് സുഖമായതാണോ എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു. വെള്ളപ്പാണ്ട് എന്ന് പറഞ്ഞാൽ മാറാവ്യാധിയാണ്. വെള്ളപ്പാണ്ട് പിടിച്ചാൽ അത് മാറൽ കുറവാ. ഇദ്ദേഹത്തിന് ആകെ വെള്ളപ്പാണ്ട് പിടിച്ചിരുന്നു, അത് പിന്നെ സുഖപ്പെട്ടു. ഒരു നാണയത്തിൻ്റെ അത്ര മാത്രം ബാക്കി ഉണ്ടായിരുന്നു പുറത്ത് നിന്ന്, ബാക്കിയുള്ളതൊക്കെ സുഖപ്പെട്ടിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു കൃത്യമായി ചോദിച്ചു, നിങ്ങൾക്ക് വെള്ളപ്പാണ്ട് രോഗം പിടിപെട്ടിരുന്നോ? എന്നിട്ട് പിന്നെ സുഖായതാണോ? ഇപ്പോഴും ഒരു നാണയത്തിൻ്റെ അത്ര സുഖപ്പെടാതെ ശരീരത്തിൽ ബാക്കിയുണ്ടോ? അയാൾ പറഞ്ഞു, അതേ, എനിക്ക് വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്നു, അത് പിന്നെ സുഖപ്പെട്ടതാണ്, ഇന്നും അല്പം സുഖപ്പെടാതെ ബാക്കിയുണ്ട്. മഹാനായിരിക്കുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഹല്ലക വാലിദത്തുൻ, നിങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നോ? നിങ്ങൾക്കൊരു കിഴവിയായ ഉമ്മ ഉണ്ടായിരുന്നോ? അത് എനിക്ക് ഉമ്മ ഉണ്ടായിരുന്നു. നിങ്ങൾ ആ ഉമ്മാക്ക് നല്ലോണം ഖിദ്മത്തെടുത്ത് കൊടുത്തിരുന്നോ? അതേ, ഞാൻ ഉമ്മാക്ക് നല്ലോണം ഖിദ്മത്തെടുത്ത് കൊടുത്തിരുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ വെള്ളപ്പാണ്ട് സുഖപ്പെട്ടത് ഉണ്ടോ? ഉമ്മാക്ക് ഖിദ്മത്തെടുത്തപ്പോൾ മാറാവ്യാധിയായിരിക്കുന്ന വെള്ളപ്പാണ്ടും കൂടിയാണ് സുഖപ്പെട്ടു പോയി. മഹാനായിരിക്കുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു ഇത്രയും കൃത്യമായി ചോദിച്ചപ്പോൾ ഉവൈസ് റളിയല്ലാഹു തആല അൻഹു തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്, അല്ല ഖലീഫ,
നിങ്ങളെന്താണ് എന്നോട് ഇങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ കാരണം? എൻ്റെ പേര് നിങ്ങൾക്കറിയാം, എൻ്റെ കബീല അറിയാം, എൻ്റെ രോഗത്തിൻ്റെ വിവരം അറിയാം, അത് സുഖപ്പെട്ടതറിയാം, എൻ്റെ ഉമ്മാനെക്കുറിച്ച് അറിയാം. ആരാ നിങ്ങൾക്കിതൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയത്? മഹാനായിരിക്കുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂലു യഅതി അലൈക്കും ഉവൈസ് ഇബ്നു ആമിർ. ഉമറേ, ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കൽ നിന്റെ അടുക്കൽ വരും കേട്ടോ. മിൻ മുറാദിൻ സുമ്മ മിൻ യമനിൻ. മുറാദ് ഖറൻ കബീലയിൽപ്പെട്ടതായിരിക്കുന്ന ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ആള് യമൻ നാട്ടിൽ നിന്ന് നിന്റെ അടുക്കലേക്ക് വരുമെന്ന് ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാനബിഹി ബറസുൻ ഫബറഅഹു. അദ്ദേഹത്തിക്ക് ബറസ് രോഗം, വെള്ളപ്പാണ്ടുണ്ടായിരുന്നു. അല്ലാഹു തആല സുഖപ്പെടുത്തി കൊടുത്തു. ഇല്ലാ മൗലിഉ ദിർഹമിൻ, ഒരു ദിർഹമിൻ്റെ അത്ര ഒഴിച്ച് ബാക്കിയൊക്കെ സുഖപ്പെടുത്തി കൊടുത്തു. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലഹു വാലിദത്തുൻ ഹുവ ബിഹാ ബർറുൻ. അദ്ദേഹത്തിനൊരു ഉമ്മ ഉണ്ടായിരുന്നു, ആ ഉമ്മാക്ക് വല്ലാതെ ഗുണം ചെയ്തിരുന്നു. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. അതുകൊണ്ട് തന്നെ അയാൾ വല്ലതും അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹ് തങ്ങൾ നടപ്പിലാക്കി കൊടുക്കും. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. അല്ലാഹുവിനോട് സത്യം ചെയ്ത് പറഞ്ഞാൽ അല്ലാഹു അത് നടപ്പിൽ വരുത്തി കൊടുക്കും. അത്ര വലിയ പവറുള്ള മനുഷ്യനാണ് അയാൾ കേട്ടോ, ഉവൈസുൽ ഖർനി ഉമറേ. അതുകൊണ്ട് അയാൾ നിന്റെ അടുക്കൽ വന്നാൽ ഫസ്തഗ്ഫിർ ലഹു, അദ്ദേഹത്തെ കൊണ്ടൊന്ന് പൊറുക്കലിനെ ചോദിപ്പിച്ചോ എന്ന് മുത്തുനബിയോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പം കണ്ടെത്തിയാലോ, നിങ്ങൾ എനിക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം, എനിക്ക് പുറത്തു തരാൻ വേണ്ടി പറയണം. നബി തങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉവൈസിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ. ഉമർ എന്നവരൊരിക്കൽ ഉംറക്ക് പോകാൻ അനുവാദം ചോദിച്ചു നബി തങ്ങളോട്. നബിയെ, ഞാനൊന്ന് മക്കത്ത് പോയി വരട്ടെ, ഒരു ഉംറ ചെയ്ത് വരട്ടെ. നബി തങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പോയിക്കോ. പക്ഷേ അശ്രിക്നി മിൻ ദുആഇക യാ ഉഖയ്യ, എൻ്റെ കുഞ്ഞു സഹോദരാ, നിന്റെ ദുആയിൽ എന്നെ കൂട്ടണം കേട്ടോ. നബി തങ്ങൾ പറഞ്ഞു ഉമർ എന്നവരോട്, ഉംറക്ക് പോകുമ്പോഴേ നബിക്ക് വേണ്ടിയിട്ട് ദ്വാരക്കാൻ ഉമർ എന്നവരെ ഏൽപ്പിക്കുക. ആ ഉമറിനോട് നബി തങ്ങൾ പിന്നെ പറഞ്ഞ് ഏൽപ്പിക്കാണ്, ഉവൈസ് വരുമ്പോൾ ഉവൈസിനെ കൊണ്ടൊന്ന് ദ്വാ ചെയ്യിപ്പിച്ചട്ടോ, പൊറുക്കലിനെ ചോദിപ്പിച്ചോ. അങ്ങനെ പൊറുക്കലിനെ ചോദിപ്പിച്ചു. ഉമർ റളിയല്ലാഹു തആലാന് വേണ്ടി പൊറുക്കത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, ദ്വാ ചെയ്തു. എന്നിട്ട് ഉമർ എന്നവർ ചോദിച്ചു, അല്ല ഉവൈസ് എന്നവരെ, നിങ്ങളെ ലക്ഷ്യമെന്താണ്? ഞാൻ കൂഫയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ കൂഫയിലെ ഗവർണർക്ക് ഒരു എഴുത്ത് തരാം, ഈ എഴുത്ത് കൊണ്ടുപോയി കൊടുത്താൽ സകല സൗകര്യങ്ങളും അവിടെ ചെയ്തു വരും. ഉവൈസ് പറഞ്ഞു, വേണ്ട, എനിക്കങ്ങനെ സൗകര്യങ്ങളൊന്നും വേണ്ട, ഞാൻ ആളുകളിൽ അറിയപ്പെടാതിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാ വേണ്ട, നിങ്ങളിഷ്ടം പോലെ. അങ്ങനെ ഉവൈസ് റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പോയി. പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു കൂഫയിൽ നിന്ന് വരുന്നവരെ നിരീക്ഷിക്കും. ഒരു വർഷം ഒരു വൃദ്ധനായ സ്വാലിഹായ മനുഷ്യൻ അവിടെ നിന്ന് ഹജ്ജിന് വന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടു. ഉമർ എന്നവർ ചോദിച്ചു, നിങ്ങൾ എവിടെയാ? ഞാൻ കൂഫയിലാണ്. നിങ്ങളെ നാട്ടിൽ ഉവൈസ് എന്ന പേരിൽ ഒരാളുണ്ടോ? ഉവൈസ് എന്ന പേരിൽ ഒരാൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കാൻ എന്താ? ഒരു സാധാരണ മനുഷ്യൻ, ഒരു നിസ്സാരൻ, ആരും അദ്ദേഹത്തെ പരിഗണിക്കാറില്ല. ഖലീഫ അന്വേഷിക്കുമ്പോൾ ഖലീഫന്റെ ഗ്രേഡിലുള്ള ആളെ പറ്റിയല്ലേ അന്വേഷിക്കുക? അങ്ങനെയാണല്ലോ. ഓരോരുത്തരും അവരവരുടെ നിലവാരത്തിലുള്ള ആളെ പറ്റിയാണ് അന്വേഷിക്കുക. മൂല്യന്മാരാണെങ്കിൽ അന്വേഷിക്കുക, ഒരു നാട്ടിനെ പറ്റി നാട്ടുകാരനെ കണ്ട അവിടെ തന്നെ മൂല്യരുണ്ടോ, ഇങ്ങനെ ഒരു മൂല്യർ ആ നാട്ടിലുണ്ടായില്ലേ എന്ന് ചോദിക്കും. കച്ചവടക്കാരാണെങ്കിൽ അങ്ങനെ ചോദിക്കും, ഇങ്ങനെ കച്ചവടക്കാർ നിങ്ങളുടെ നാട്ടിലുണ്ടോ. എങ്ങനെ ഭരണാധികാരികളാണെങ്കിൽ അങ്ങനെ. ഓരോരുത്തരും അവരവരുടെ ഗ്രേഡിലുള്ള ആളുകളെയാണ് അന്വേഷിക്കുക. ഖലീഫയായിരിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഒരു ഭരണാധികാരിയെക്കുറിച്ചോ ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചോ ഒരു ഉയർന്ന ആളെ കുറിച്ചോ ഒക്കെ അല്ലേ. ഈ നിസ്സാരനായ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ചോദിക്കണം എന്താണ്? അപ്പോൾ ഉമർ എന്നവർ പറഞ്ഞു, നിസ്സാരനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ പറ്റി എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കൂഫയിലേക്ക് പോയതാണ്, പിന്നീടൊരു വിവരവുമില്ല. സാധിക്കുമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടൊന്ന് ദുആ ചെയ്യിപ്പിച്ചോ. ഇയാൾ പിന്നെ ഹജ്ജ് കഴിഞ്ഞിട്ട് നേരെ പോയത് ഉവൈസിന്റെ അടുക്കലേക്കാണ്. അതുവരെ ഇദ്ദേഹത്തെ ആരും പരിഗണിക്കാറില്ല, ആരും ശ്രദ്ധിക്കാറില്ല. ഇയാൾ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് നേരെ ഉവൈസിന്റെ അടുക്കലേക്ക് പോയി. എന്നിട്ട് സലാം പറഞ്ഞു. സലാം പറഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞു, ദുഊലി, എനിക്ക് വേണ്ടി ഒന്ന് ദ്വാർക്കണേ.
അപ്പോൾ ഉവൈസ് എന്നവർ അങ്ങോട്ട് പറഞ്ഞു, അന്ത ഹദീസു അഹദിൻ ബിസഫരിൻ സാലിഹിൻ ഫദ്ഉലി, നിങ്ങളാണ് ഇപ്പോൾ ഒരു നല്ല യാത്ര കഴിഞ്ഞ് വന്ന ആൾ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യൂ. ഹജ്ജിന് പോയ ആൾക്ക് ദുആക്ക് ഉത്തരണ്ട് എന്നാ, ഉംറക്ക് പോയ ആളെ ദുആക്ക് ഉത്തരണ്ട് എന്നാ, മടങ്ങി വരുമ്പോഴും വന്നിട്ടൊരു 40 ദിവസം വരെയും അവിടെ ദുആക്ക് ഉത്തരണ്ട് എന്നാ. നിങ്ങളിപ്പോൾ ഹജ്ജിന് പോയി വന്നതല്ലേ, നല്ലൊരു യാത്ര കഴിഞ്ഞ് വന്ന മനുഷ്യനാണ് നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്. ഉവൈസ് എന്നവർ അങ്ങോട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ വിട്ടില്ല, അത് പറ്റൂല, നിങ്ങൾ എനിക്ക് ദുആക്ക് തന്നെ വേണം. ശാഠ്യം പിടിച്ചപ്പോൾ ആൾ ചോദിച്ചു, നിങ്ങൾ ഹജ്ജിന് പോയപ്പോൾ ഉമറന്നവരെ കണ്ടിരുന്നോ? ആ കണ്ടിരുന്നു. എന്നാ സംഗതി മനസ്സിലായി, നേരാ, വേഗം ദുആ ചെയ്തു കൊടുത്തു. ആളെ വിട്ടു. ഇയാൾ പുറത്തു പോയപ്പോൾ പിന്നെ നിക്കക്കല്ലില്ല, ആൾക്കാർ കുലം കുത്തി ഒഴുകാൻ തുടങ്ങി. നാനാ ഭാഗത്തു നിന്നും ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ തേടി വരികയാണ്. ആൾക്കാരെ ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ മൂപ്പര് അവിടുന്ന് രാജ്യം വിട്ടുപോയി. പിന്നെ യാതൊരു അഡ്രസ്സും ഇല്ല മൂപ്പരെ പറ്റിയിട്ട്. നബി തങ്ങൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്, ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അള്ളാഹിനോട് വല്ലതും ചോദിച്ചാൽ അത് നടപ്പിലാക്കി കൊടുക്കും. മുസ്തജാബു ദഅവ എന്ന പദവിയിലേക്ക് ഇയാൾ ഉയരാനുണ്ടായ കാരണം തൻ്റെ ഉമ്മാക്ക് ഖിദ്മത്തെടുത്തതാണ്. ഒരുപാട് ആൾക്കാർ പലപ്പോഴും പല കഷ്ടപ്പാടുകളെ പറ്റിയിട്ടും പറയാറുണ്ട്, ഉമ്മാക്ക് ഖിദ്മത്തെടുത്തോന്നാണ് അവരോട് പറയാനുള്ളത്. നിങ്ങളെല്ലാ കഷ്ടപ്പാടും തീരും. ഏതൊരു തോന്നിവാസിയായ മനുഷ്യനെ പറ്റി നിങ്ങൾ നോക്ക്, ഓനോൻ്റെ ഉമ്മാനായിട്ട് പ്രശ്നത്തിലാണ് ഈ കാരണം. ഒരു കള്ളുടിയനാവട്ടെ, ഒരു വ്യഭിചാരിയാവട്ടെ, ഒരു കളവ് നടത്തുന്നവനാവട്ടെ, ഏതൊരു തോന്നിയാസം ചെയ്യുന്ന മനുഷ്യനാണെങ്കിലും അവൻ അവൻ്റെ ഉമ്മാനായിട്ട് പ്രശ്നത്തിലായിരിക്കും. കാരണം എന്താ? അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗ്ഗം ഉമ്മമാരുടെ കാലടിച്ചോട്ടിലാണ്. സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്ന് തെറ്റിയവൻ ഉമ്മയുമായി പ്രശ്നത്തിലായിരിക്കും, യാതൊരു സംശയവുമില്ല. എൻ്റെ മക്കളെ, പ്രിയപ്പെട്ടവരെ, യുവാക്കളെ, നമ്മുടെ കടമകൾ വളരെ പാലിച്ചതാണ് കേട്ടോ. ഉമ്മാനോടും വാപ്പാനോടുമുള്ളതായിരിക്കുന്ന കടമകൾ നമ്മൾ വിസ്മരിച്ചു പോകരുത്. ഇനി വാപ്പാർക്കും ഉമ്മാർക്കും മക്കളോടും കേട്ടോ കടമ. ഇത് വളരെ വിശാലമായ ദിവസമാണ്. സമയം കുറേ വൈകി നിൽക്കല, 11 മണിയായില്ലേ? ശാല നമുക്ക് പിന്നൊരിക്കൽ പറയാം. മക്കളോട് മാതാപിതാക്കൾക്കും കടമുണ്ട്, അതും നിറവേറ്റേണ്ടത് തന്നെയാണ്. അതൊക്കെ നിറവേറ്റാൻ മാതാപിതാക്കളും ശ്രമിക്കണം. മക്കളേതായിരുന്നാലും ഉമ്മമാരോട് മാപ്പന്മാരോടുള്ളായിരിക്കുന്ന കടമകൾ നിർവഹിച്ചു കൊടുക്കാൻ തയ്യാറാവണം. നമുക്ക് ദുന്യവിയും ഉഖ്റവിയുമായ ഒരുപാട് നേട്ടങ്ങൾ ഒന്നിച്ച് നേടാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ.